10 വർഷം പിണറായി വിജയൻ ഭരിച്ചപ്പോൾ അദാനിക്ക് തോന്നാതിരുന്ന വിഴിഞ്ഞം ഓഹരി കച്ചവടം ഇപ്പോൾ ചെയ്യാൻ ധൈര്യം വന്നതെങ്ങനെ? സർക്കാർ അനുമതി വേണമെന്നിരിക്കെ അത് വാങ്ങാതെ ഓഹരി കച്ചവടം പ്രഖ്യാപിക്കാൻ അദാനിക്കായത് എങ്ങനെയാണ്? അദാനിയും വിദേശ കമ്പനിയായ MNCയും തമ്മിലുള്ള വിഴിഞ്ഞം തുറമുഖ ഡീൽ വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അത് അവിശ്വസനീയമല്ലേ? 13,000 കോടി രൂപയുടെ വിഴിഞ്ഞം ഓഹരി കച്ചവടം പത്രക്കുറിപ്പ് ഇറക്കിയാണ് അദാനി പോർട്സ് പരസ്യപ്പെടുത്തിയത്. എന്നിട്ടും VD സതീശൻ അറിഞ്ഞതേയില്ല. ഓഹരി കൈമാറ്റത്തിൽ മുഖ്യമന്ത്രിക്ക് എതിർപ്പുണ്ടോ? ഉണ്ടെങ്കിൽ അറിഞ്ഞിട്ടും ആ ഓഹരി കൈമാറ്റത്തെ മുഖ്യമന്ത്രി എതിർക്കാത്തത് എന്തുകൊണ്ടാണ്? മെയ് 1 VD സതീശൻ്റെ മംഗലാപുരം ചാർട്ടേഡ് ഫ്ലൈറ്റ് യാത്രയിൽ അദാനി ഗ്രൂപ്പിലെ പ്രമുഖനെയും കണ്ടിരുന്നു. ഇരുവരുടെയും സ്വകാര്യ കൂടിക്കാഴ്ച അദാനി ഗ്രൂപ്പിൻ്റെ വിഴിഞ്ഞം താൽപ്പര്യം മുൻനിർത്തിയായിരുന്നു. വിഴിഞ്ഞത്തെ വിദേശ കമ്പനിക്ക് വിറ്റാണോ അദാനി മിഷൻ സമുദ്രയ്ക്ക് പണം കണ്ടെത്തുന്നത്? കേരളത്തിൻ്റെ വിഴിഞ്ഞം തുറമുഖത്തെ വിൽപ്പനയ്ക്ക് വെക്കാൻ മുഖ്യമന്ത്രിക്ക് എന്തവകാശം? ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് K. അനിൽകുമാർ, CPIM, രജിനസ് ഉണ്ണിത്താൻ, കോൺഗ്രസ്, അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇടത് നിരീക്ഷകൻ. ശ്രീ അനിൽകുമാർ, മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് പറഞ്ഞത്, നിയമസഭയിൽ ഈ വിഷയം പ്രതിപക്ഷം ഇന്ന് ഉന്നയിച്ചു. പ്രതിപക്ഷ നേതാവ് ഈ ഓഹരി കൈമാറ്റത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും അത് വിഴിഞ്ഞത്തിൻ്റെ വിശാല താല്പര്യത്തിനും സ്റ്റേറ്റിൻ്റെ താല്പര്യത്തിനും എങ്ങനെയൊക്കെ വിഘാതമാകും, വിരുദ്ധമാകും, വൈരുദ്ധ്യം നിറഞ്ഞതാണ്, അത് അനുവദിക്കാനാവില്ല എന്ന് പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും പറയുന്നതൊക്കെ കേട്ടു. അവിടെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു മറുപടി എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഈ വിവരം അറിഞ്ഞിട്ടില്ല, പത്രമാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അത് ആ നിലയ്ക്ക് മുഖവിലക്കെടുക്കാൻ കഴിയുന്നതാണോ പ്രതിപക്ഷത്തെ സംബന്ധിച്ച്? അത് അവിശ്വസനീയമാണ് എങ്കിൽ എന്തുകൊണ്ട്? അല്ല, ഇത്തരമൊരു കച്ചവടം അറിഞ്ഞിട്ടില്ല എന്ന് പാസീവായി പറയല്ലാതെ അങ്ങനൊരു കച്ചവടം നടക്കില്ല എന്ന് പറയാൻ ആർജവം ഉണ്ടാകണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക്. 25% കൂടുതൽ ഓഹരി അതിൻ്റെ പങ്കാളിയായ അദാനിക്ക് കൈമാറാൻ അവകാശമില്ല സംസ്ഥാന സർക്കാർ അറിയാതെ എന്ന വ്യവസ്ഥയിരിക്കെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പത്രക്കുറിപ്പ് ഇറക്കിയത് എന്ന് ചോദിക്കാനുള്ള ഒരു തൻ്റെ ഇടം ചുമതല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കില്ലേ? അതിനു പകരം പാസീവായി ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ചെയ്തത്. എന്താ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? ഒന്നാമതായി ഏതാണ്ട് 2,597 കോടി രൂപയാണ് അദാനിയുടെ കമ്പനി ഇതിൻ്റെ നിർമ്മാണത്തിനായിട്ടിപ്പോൾ മുടക്കുന്നത്. ഈ ഘട്ടത്തിൽ അത്രയും രൂപ മുടക്കുന്ന അദാനിക്ക് ഇപ്പോൾ ഒരു 13,000 കോടി രൂപ MSC കമ്പനി നൽകുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം അവർ തമ്മിലുള്ള പങ്ക് കച്ചവടം. ഇതിൽ ദേശാഭിമാനി പത്രം രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത കൊടുത്ത ഘട്ടത്തിൽ ഈ ഉയർന്ന വില വിഴിഞ്ഞത്തിനുണ്ടാകാൻ കാരണം ഇടതുപക്ഷത്തിൻ്റെ നയമാണ്, ഇടതുപക്ഷത്തിൻ്റെ നിശ്ചയദാർഢ്യമാണ് എന്ന് പറയുകയുണ്ടായി. അതിനർത്ഥം ഈ കച്ചവടത്തിന് ദേശാഭിമാനി കൂട്ടു നിൽക്കുന്നു എന്ന തരത്തിലുള്ള മാധ്യമ വാർത്തകൾ കണ്ടുകൊണ്ടാണ് ഞാനത് പ്രതികരിക്കുന്നത്. ഇത്തരമൊരു കൂട്ടുകച്ചവടം നടത്താൻ ദേശാഭിമാനി പിന്തുണയ്ക്കുകയല്ല ചെയ്തത്. ഈ ഉയർന്ന വിലയിലേക്ക് എങ്ങനെ വിഴിഞ്ഞം പോയി? അത്രയും മുതൽ മുടക്ക് വിഴിഞ്ഞത്തിപ്പോൾ ഉണ്ടോ? അപ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു മൂല്യം വിഴിഞ്ഞത്തിന് വന്നതിന് പിന്നിൽ ഇടതുപക്ഷത്തിൻ്റെ 10 കൊല്ലത്തെക്കാലത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കടൽ ചൂഷണമെന്ന് പറഞ്ഞ് വിമോചന സമരം പ്രഖ്യാപിച്ച് അതിനെ അട്ടിമറിക്കാനും പിണറായി വിജയനെ പച്ചയ്ക്ക് കത്തിക്കാനും നടന്നവരെ മറികടന്ന് നേടിയൊരു വിജയം അതിലുണ്ട്. അത് രാഷ്ട്രീയമായി നാളെയും ഞങ്ങൾ പറയും, CPM പറയും. അതിൻ്റെ കച്ചവട ഭാഗത്തെയാണ് കൃത്യമായി ഇന്ന് പ്രതിപക്ഷ നേതാവും ബഹുമാനായ ശ്രീ തോമസ് ഐസക്കും അത് ചൂണ്ടിക്കാണിക്കുകയും അതിൽ LDFന് നിലവിലുള്ള നയം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നാം വളരെ അതിശയത്തോടെ കാണേണ്ട ഒരു കാര്യം, BS സർക്കാർ അധികാരത്തിൽ ഇരിക്കെ ഒരിക്കൽ ടെൻഡർ വന്ന് ടെൻഡറിന് കമ്പനി പിടിച്ചതല്ലേ? പിടിച്ച കമ്പനിക്ക് അനുവാദം കൊടുക്കാതിരുന്ന ആരാണ്? കേന്ദ്ര സർക്കാർ. എന്തായിരുന്നു കാര്യം? വിദേശ ബന്ധം. അപ്പോൾ വിദേശ ബന്ധമുള്ളൊരു കമ്പനി വന്ന് കേരളത്തിലെ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്താൽ അതോടുകൂടി രാജ്യസുരക്ഷ അപകടത്തിലാകും. അത് ബഹുമാനപ്പെട്ട AK ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്താണ് ആ ടെൻഡർ അസാധുവായി പോയത്. വിദേശ കമ്പനി പാടില്ല. ഉമ്മൻചാണ്ടി സ്വദേശ കമ്പനിക്ക് കൊടുത്തു. അപ്പോൾ സ്വദേശ കമ്പനിക്ക് കൊടുത്തുവെങ്കിൽ ഇപ്പോൾ വിദേശ കമ്പനി വരുന്ന ആന്റണിയുടെ കാലത്തെ അന്നത്തെ എതിർപ്പ് ഇന്നും നിലനിൽക്കുന്നുണ്ടോ? ഇന്നും ഈ വിദേശ കമ്പനിയെ പൂർണ്ണ വിശ്വാസത്തിലെടുത്തോ? നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദാനിയോട് തർക്കമുണ്ടാവില്ല.
ഒന്നാമത്തെ കാര്യം, ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരം യാത്ര നടത്തിയപ്പോൾ അദാനിയുടെ പ്രതിനിധികളെ കണ്ടു. ഇത് സത്യമായ കാര്യമാണ്. ആര്യാട മുഹമ്മദിൻ്റെ ബന്ധുവിനെ കാണാൻ പോയതൊക്കെ വലതുപക്ഷ മാധ്യമങ്ങൾ കൂടെ നിൽക്കുമ്പോൾ അവരെ പ്രീണിപ്പിച്ചുകൊണ്ട് അവരുടെ ഒരു പല്ലാളുടെ ബലത്തിൽ പറഞ്ഞൊഴിയാമെന്നല്ലാതെ അദാനിയുടെ അടുത്ത ആളുകളെ കണ്ടു അല്ലെങ്കിൽ ആ വിമാനയാത്രയുടെ ചെലവാര് വഹിച്ചു എന്ന് മുഖ്യമന്ത്രി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. നിയമസഭാ സമ്മേളനത്തിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞല്ലോ, ഇതുവരെ മറുപടി പറഞ്ഞോ? ആർജവമുണ്ടെങ്കിൽ എവിടെ പോയി അദ്ദേഹത്തിൻ്റെ ആ വെല്ലുവിളിയുടെ ശരീരഭാഷ? എല്ലാത്തിനും ഉത്തരം പറയാൻ തൻ്റെ ഇടം കാണിക്കുന്ന മുഖ്യമന്ത്രിയുടെ ശരീരഭാഷ, ആ വണ്ടിക്കൂലി ആരാ മുടക്കിയത്, വിമാനക്കൂലി ആരാ മുടക്കിയത് എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടോ? ആ ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ? ഏതെങ്കിലും മാധ്യമം ചോദിച്ച് ഞാൻ കേട്ടില്ല. അപ്പോൾ അദാനിയുടെ വിമാനത്തിലെ യാത്ര, അദാനിയുടെ അധ്യക്ഷനുമായിട്ടുള്ള കമ്പനിയുടെ ചെയർമാനുമായിട്ടുള്ള അവരുടെ കൂടിക്കാഴ്ച, ഇതെല്ലാം വ്യക്തമാണ്. ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ ശരീരഭാഷ എന്താണ്? താനിത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞൊഴിയുമ്പോൾ അതിന് പരാതിയില്ലാത്തൊരു മുഖ്യമന്ത്രിയാണ് കാണുന്നത്. കേരളത്തിൻ്റെ മുതലാണ്, കേരളവുമായി ബന്ധപ്പെട്ട കരാറാണ്, കരാറുകാരനെ നടത്തിപ്പിന് ഏൽപ്പിച്ചിരിക്കുകയാണ്. കമ്പനി കേരളത്തിൻ്റെ വിഴിഞ്ഞെന്ന് പറയുന്നത് കേരളത്തിൻ്റെ തുറമുഖമാണ്. അതിനിങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ലാഘവത്തോടു കൂടി ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നല്ല പറയേണ്ടിയിരുന്നത്. 25% മേലെ ഒരു ഷെയറിൻ്റെ ഇടപാട് ഇപ്രകാരം നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അസാധുവാണ്, കേരള സർക്കാർ അതിൻ്റെ ഭാഗമല്ല, അവിടെ കരാർ നിലനിൽക്കുന്നതല്ല, അതുമായിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയണ്ടേ? അത് പറയുന്നതിനുള്ള ആർജവുമില്ലാതെ ഇതെങ്ങനെയും സാധിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ മദ്യനയം കണ്ടല്ലോ, നികുതി ഇളവ് UDF വിട്ടിരിക്കുന്ന ആൾ നിയമസഭയിൽ ഇത് പാസ്സാക്കിക്കൊണ്ട് പോയിരിക്കുകയാണ്. നിയമമായി കഴിഞ്ഞാൽ പിന്നെ കമ്പനിക്കാർ കോടതി കേസ് കൊടുത്ത് അത് വാങ്ങിച്ചോളും. സുധീരൻ്റെ സഹായം വേണ്ട, KC വേണുഗോപാലിൻ്റെ സഹായം വേണ്ട. മന്ത്രിസഭ നയിക്കുന്നത് കോൺഗ്രസ് അല്ല, എല്ലാം ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നു. ആ വ്യക്തി എന്ന് പറയുന്നത് കൃത്യമായും തീരുമാനിക്കപ്പെട്ട ചില ആളുകളുടെ കയ്യിലാണ്. അതിലൊന്നാണ് അദാനി. അത് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. റെജിൻ, ഈ കാര്യത്തിൽ സ്വാഭാവികമായ ഒരു താരതമ്യം വേണ്ടതുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് UDF കൊണ്ടുവന്ന കരാറിൻ്റെ തുടർച്ചയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ച് അതിൻ്റെ 2 സുപ്രധാന ഘട്ടങ്ങൾ പൂർത്തീകരിച്ച് അത് ഏറ്റവും പ്രവർത്തനക്ഷമമായി മികവോടെ മുന്നോട്ട് പോയ ആ കാലം. ഞാനത് പറയാൻ കാര്യം, ആ കാലത്ത് ഇതേ അദാനി പോർട്സാണ് അവിടെ നടത്തിപ്പ് ചുമതലയിലുണ്ടായിരുന്നത്. പക്ഷേ ഈ 10 വർഷത്തിൽ ഒരിക്കൽ പോലും ഇതിൻ്റെ 2 സുപ്രധാന ഘട്ടങ്ങൾ പൂർത്തീകരിച്ച് കപ്പലുകൾ വന്ന് അവിടെ ഇടപാടുകൾ നടത്തി ലക്ഷക്കണക്കിന് കണ്ടെയ്നറുകൾ അവിടെ ഇറക്കി കപ്പലുകൾ മടങ്ങിപ്പോകുന്ന 1000 കപ്പലുകൾ വന്നിട്ടും ആ കാലത്തൊന്നും ഇങ്ങനൊരു ഓഹരി കൈമാറ്റം, ഇങ്ങനൊരു വിദേശ കമ്പനിക്ക് ഓഹരികൾ കൊടുത്തുകൊണ്ട് 49% ഓഹരികൾ കൊടുത്തുകൊണ്ട് അങ്ങനൊരു ഇടപാടിലേക്ക് പോകാം, പണം സമാഹരിക്കാം, പണം സമ്പാദിക്കാം എന്നീ 10 വർഷക്കാലവും അദാനി പോർട്സ് അദാനി ആഗ്രഹിച്ചിട്ടേയില്ല, അല്ലെങ്കിൽ ചെയ്തിട്ടേയില്ല. അത് പ്രകടമാണ് നമ്മുടെ മുമ്പിൽ. പക്ഷേ സർക്കാർ മാറി കേവലം 1 മാസക്കാലമാകുമ്പോഴേക്കും ഇങ്ങനെ 49% ഓഹരികൾ സർക്കാരിൻ്റെ അനുമതിയിൽ, കേരളത്തിൻ്റെ പോർട്ടാണിത്, കേരളത്തിൻ്റെതാണ് 5000 കോടി രൂപ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, 2000-ൽ പരം കോടി മാത്രമാണ് അദാനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തനത്തിൽ. പക്ഷേ സർക്കാരിൻ്റെ അനുമതി നിർബന്ധമാണെന്ന് ആ വ്യവസ്ഥ കരാറിലുണ്ടെന്നിരിക്കെ സർക്കാരിനെ അറിയിക്കാതെ കഴിഞ്ഞ 10 വർഷക്കാലം ഇത്തരമൊരു നീക്കവും നടത്താതിരുന്ന അദാനി VD സതീശൻ മുഖ്യമന്ത്രിയായി 1 മാസക്കാലം കൊണ്ട് എങ്ങനെ ഇത് ചെയ്യുന്നു? സർക്കാരിൻ്റെ അനുമതി വാങ്ങാതെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി അവർ പറയുകയാണ്, ഞങ്ങൾ ഇങ്ങനെ MSC എന്ന അന്താരാഷ്ട്ര കമ്പനിയുമായി കരാറിലേക്ക് പോകുന്നു, 13,000 കോടിയാണ് അതിൻ്റെ ഭാഗമായി അവർ മുടക്കുക. എവിടെ? വിഴിഞ്ഞം തുറമുഖത്ത്. മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും സർക്കാരും അറിഞ്ഞിട്ടേയില്ല, പറഞ്ഞത് സഭയ്ക്കകത്തുമാണ്. ഇതെങ്ങനെ ശരിയാകും? ഈ താരതമ്യത്തിൽ തന്നെ വലിയൊരു പ്രശ്നം നിൽക്കുന്നില്ലേ? UDF സർക്കാർ വല്ലാതെ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം ഈ വിഷയത്തിൽ ഇപ്പോൾ വന്നിരിക്കുകയല്ലേ? നോക്കൂ ശരത്ത്, കേരളത്തിന്റെ വികസനത്തിന്റെ ഒരു മാതൃക എന്താണ്? കേരളത്തിന് ദീർഘവീക്ഷണമുള്ള ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അതിനു മുമ്പ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഭരിച്ചപ്പോൾ തന്നെ താങ്കൾ പറഞ്ഞതുപോലെ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും ചെയ്ത് പൂർത്തീകരിച്ച് അധികാരത്തിൽ നിന്നും ഒഴിഞ്ഞു പോയ ഒരു ഗവൺമെന്റാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. അപ്പോൾ കേരളത്തിന്റെ ഒരു ഏതാണ്ട് 600 കിലോമീറ്ററോളം നീളമുള്ള കടലും 2 തുറമുഖങ്ങളും 17 മിനി തുറമുഖങ്ങളും ഒരു കണ്ടെയ്നർ ടെർമിനലും ഒക്കെയുള്ള കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി നടപ്പിലാക്കുവാൻ പറ്റുന്ന അനേകം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന, പല രീതിയിലും വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു വലിയ പദ്ധതിയുമായാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്.
അത് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വളരെ പല വിവാദങ്ങളും വളരെ വിവാദ പ്രശ്നങ്ങളും ഒക്കെ അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കേരളത്തിന്റെ വികസന ദീർഘവീക്ഷണമുള്ള ഒരു ബഡ്ജറ്റ് മാറുമ്പോൾ ആ വികസന കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് മുൻ ഗവൺമെന്റ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കി. പിണറായി വിജയൻ ഗവൺമെന്റ് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തന സജ്ജമായി നിൽക്കുന്ന വിഴിഞ്ഞം പോർട്ട് പോലെയുള്ള പോർട്ട്, ആ പോർട്ടുമായി ബന്ധപ്പെട്ട് ഇന്നൊരു വിവാദത്തിലേക്കും ഇങ്ങനെയുള്ള ഒരു ചർച്ചയിലേക്കൊക്കെ പോകുന്നതിന്റെ കാരണം എന്താണ്? ആ പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ളൂ. അതിന് വ്യക്തമായ രീതിയിലുള്ള വി.ഡി. സതീശൻ നിയമസഭയിൽ തന്നെ റെക്കോർഡിക്കലി നിയമസഭയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് മറുപടി നൽകിയിട്ടുണ്ട്. എന്താണ് എഗ്രിമെന്റ് ക്ലോസിലെ 5/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കേരള സർക്കാരിന്റെ അധികാരമില്ലാതെ ഒരു എഗ്രിമെന്റ് ചേഞ്ചും, അതായത് ഒരു ഓണർഷിപ്പ് ചേഞ്ചും ഈ പറയുന്ന പോർട്ടുമായി ബന്ധപ്പെട്ട് നടത്താൻ പറ്റുന്നില്ല. അതാണ് അതിന്റെ ശരിയായ രീതി. അതുകൊണ്ട് ഈ പറയുന്ന രീതിയിലേക്ക് ഒരു ഓണർഷിപ്പ് ചേഞ്ചോ ഈ പറയുന്ന രീതിയിലേക്ക് ഒരു ചേഞ്ച് വരുത്തുവാൻ ഒരിക്കലും ഈ പറയുന്ന അദാനി പോർട്ടിനെ പോലെയുള്ള ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതായത് ഈ ഓഹരി കൈമാറ്റത്തെ, അതായത് റജിൻ പറഞ്ഞു വരുന്നത് സർക്കാരിന്റെ അനുമതി വാങ്ങിയിട്ടില്ല എന്നുള്ളതിൽ തർക്കമില്ല, മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചു. റജിൻ പറയുന്നത് അങ്ങനെ ഈ നടത്തിയുള്ള ഓഹരി കൈമാറ്റത്തെ സഭയ്ക്കകത്ത് മുഖ്യമന്ത്രി എതിർത്തു എന്നാണോ റജിൻ ഉദ്ദേശിച്ചത്? അല്ല, മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട് മറുപടി പറഞ്ഞല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ഓഹരി കൈമാറ്റം ഒരു ലീഗലി നിൽക്കാത്ത കാര്യമാണ്. ലീഗലി അല്ല, ശരത്ത് ഈ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? ഇങ്ങനെ ലീഗലി നിൽക്കാത്ത ഒരു കാര്യമാണ് എന്നുള്ളത് എനിക്കും ശരത്തും ഈ പറയുന്ന പാനലിസ്റ്റിനും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഒരിക്കലും ഒരു ഓണർഷിപ്പ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കേരള സർക്കാർ അറിയാതെ ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്ത് പോകുവാൻ ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രതിപക്ഷ നേതാവ് ആരോപിച്ച ഈ പറയുന്ന കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നമുക്ക് വരാം, അത് വേറൊന്നാണല്ലോ, അത് വേറൊന്നാണ് റജിൻ, അത് നമുക്ക് എടുക്കാം, വേറൊന്നു തന്നെയാണ്. ഇവിടെ ശ്രീ അനിൽകുമാർ, ഞാൻ ലാലിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത്, റജിൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? അനുമതിയില്ലാത്ത ഈ ഓഹരി കൈമാറ്റം മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന ഭാഗമുണ്ട്, അതിൽ തർക്കമില്ല. പക്ഷേ രണ്ടാമത്തെ ഭാഗം റജിൻ പറഞ്ഞതുപോലെ അനുമതിയില്ല എന്നതിനർത്ഥം മുഖ്യമന്ത്രി അതിനെ എതിർക്കുന്നു എന്നല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അങ്ങനെ അനുമതി വാങ്ങാതെ ചെയ്യുന്നതിന് ലീഗലി നിയമപരമായി നിലനിൽപ്പില്ല എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ആ ഓഹരി കൈമാറ്റത്തെ തള്ളിപ്പറഞ്ഞു എന്നാണ് അദ്ദേഹം അതിൽ നിന്ന് വിശദീകരിച്ചു വെച്ചത്. അത് അംഗീകരിക്കാൻ തയ്യാറാണോ ശ്രീ അനിൽകുമാർ? അല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലുള്ളതാണ്. ഒന്ന്, തുറമുഖ വകുപ്പ് എന്തുകൊണ്ട് വി.ഡി. സതീശൻ സ്വന്തമായി കൈവശം വെച്ചു? സാധാരണ ഇത് ഉണ്ടാകാറില്ല, ഒന്നാമത്തെ കാര്യം. രണ്ട്, വിഴിഞ്ഞം തുറമുഖമെന്ന് പറയുന്നത് നടപ്പിലാകുന്ന ഘട്ടത്തിൽ എന്തെല്ലാമാണ് അദ്ദേഹം പറഞ്ഞത്? അത് വന്നാൽ കടൽ ശോഷണം ഉണ്ടാകും. രണ്ട്, ഈ പറയുന്നൊന്നും നടക്കാൻ പോകുന്നില്ല, അവിടെ ഒരു ക്രൈം വന്നതിൻ്റെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളൂ. അദ്ദേഹം ബഡ്ജറ്റുമായി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റി, തുറമുഖ നഗരം പദ്ധതിയായി മാറി. അപ്പോൾ എന്തുകൊണ്ടാണ് സതീശൻ ഈ പെട്ടെന്ന് ഒരു ബോധോദയം വന്നത്? ഒന്ന്, തുറമുഖ വകുപ്പ് കൈവശം വെക്കുക. രണ്ട്, തുറമുഖ നഗരം പദ്ധതി ഉണ്ടാക്കുക. മൂന്നാമത്തെ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ദുരൂഹമായ ഒരു യാത്രയെ സംബന്ധിച്ച്, വിമാനയാത്രയെ സംബന്ധിച്ച് തർക്കമുണ്ടാകുന്നത്. അദ്ദേഹം കാറിലോ ട്രെയിനിലോ പോയാൽ നമ്മൾ ചിലപ്പോൾ ഇത് ശ്രദ്ധിക്കുക പോലുമില്ല, വഴി വെച്ച് ആരെയോ കണ്ടു. ഒരു വിമാനം പിടിച്ച് മംഗലാപുരം വരെ പോകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഇതിൽ കാര്യം കാണും, തക്കതായ കാര്യം കാണും. അവിടെ വെച്ച് കണ്ടതൊരാൾ, അറിയപ്പെടുന്ന ഒരാൾ, അദാനിയുടെ കമ്പനിയുടെ ചെയർമാൻ ഒരാളാണ്. അപ്പോൾ ചെറിയ യാത്രയല്ലത്, അതിന് പണം ആര് മുടക്കി? ഈ യാത്ര എന്തിനായിരുന്നു? ഇതല്ലെങ്കിൽ മറ്റെന്താണ് ഉദ്ദേശം? അതൊന്ന് വ്യക്തമാക്കി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് സംശയം ആർക്കും തോന്നൂലല്ലോ. എല്ലാ സംശയവും തീർക്കാനുള്ള ഒന്നാമത്തെ വകുപ്പ് എന്തായിരുന്നു? ഞങ്ങളൊരു പുതിയ സർക്കാർ വന്നു, ഇപ്പോൾ ഒരു കരാറുണ്ടെന്ന് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഞങ്ങൾ അറിയാത്ത കാര്യമാണ്. അതുകൊണ്ട് സർക്കാർ ഞങ്ങളുടെ നയത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. 25% മേലെ ഒരു കമ്പനിക്ക് ഈ ഓഹരി വിൽക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് അനുവാദം വേണമെന്നേ ഉള്ളൂ, അല്ലാണ്ട് അത് നിയമവിരുദ്ധമാണെന്നില്ല. കേരള സർക്കാർ അനുവദിച്ചാൽ നിയമപരമാണ്. ഞങ്ങളിപ്പോൾ 102, 105 പേരുണ്ട്, അദാനി ആകുമ്പോൾ 105 ആവുമല്ലോ. 102 പേരുടെ കാര്യമാണ് ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ 3 കൂടെ വരുമ്പോൾ 105 പേരായി. ഞങ്ങൾ 105 നിങ്ങൾ 35 ഉള്ളൂ. അപ്പോൾ 105ൻ്റെ ബലത്തിൽ ഞങ്ങൾ പറയുകയാണ്, നിങ്ങൾ കൈമാറ്റം ചെയ്തോ.
എന്ന് നാളെ പറയാൻ പോകുന്നില്ല. ഞങ്ങളുടെ 102 ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 103 പോട്ടെ, 102 ഉണ്ടെങ്കിൽ ഇപ്രകാരം ഒരു കച്ചവടം നടക്കാൻ പോകുന്നില്ല. ശ്രീ അനിൽകുമാർ, താങ്കൾ പറയുന്നു ഇപ്പോൾ സഭയ്ക്കകത്ത് മുഖ്യമന്ത്രി പറഞ്ഞത് വെച്ച് ഈ ഓഹരി കൈമാറ്റം താങ്കളോട് തന്നെയാണ് നിയമവിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കാൻ ബോധ്യപ്പെടാൻ കഴിയുന്നതുണ്ട് എന്നാണ് റെജിൻ പറഞ്ഞു വെച്ചത്. പക്ഷേ മുഖ്യമന്ത്രി സ്പെസിഫിക്കായി പറഞ്ഞത് ഇത് അറിഞ്ഞില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇതിലെ ക്ലോസുകളും ആ കരാറിലെ ക്ലോസുകൾ പ്രകാരം ഏതൊക്കെ കാര്യങ്ങൾ ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ മത്സരക്ഷമതയടക്കം കാര്യങ്ങൾ ഉറപ്പിച്ചു നിർത്തേണ്ട ഇതിനെക്കുറിച്ചൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി ഈ ഓഹരി കൈമാറ്റത്തെ സർക്കാർ എതിർക്കും, അദ്ദേഹത്തിൻ്റെ തുറമുഖ വകുപ്പ് എതിർക്കും എന്ന ഒരു സമീപനം അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സഭയിലെ സമീപനത്തിൽ നിന്നുണ്ടായോ? ഒരിക്കലുമില്ല. മാത്രമല്ല, കേരള സർക്കാർ അംഗീകരിച്ചാൽ കൈമാറ്റം ഉറപ്പല്ലേ. ബെക്കാടിക്ക് തുറന്നു കൊടുക്കുന്ന സതീശൻ എന്തുകൊണ്ട് ഇവരെ ഒഴിവാക്കും? ഓക്കെ, MSC ഒഴിവാക്കും, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഒഴിവാക്കും. അദാനിയായിട്ട് നേരത്തെ ധാരണയാക്കിയിട്ടില്ലേ? VD സതീശൻ്റെ പിന്തുണയില്ലെങ്കിൽ, ഭരണമാറ്റത്തിൻ്റെ പിന്തുണയില്ലെങ്കിൽ അദാനിക്ക് ധൈര്യം വരുമോ? ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അദാനിക്ക് ധൈര്യം എവിടുന്ന് കിട്ടി? ഒരു പത്രക്കുറിപ്പ് തന്നെ ഇറക്കാനുള്ള ധൈര്യം കിട്ടി. നാളെ ഇത് കൊടുത്തേ മതിയാകും നിലവാരത്തിലേക്ക് കേരളത്തെ കൊണ്ടെത്തിക്കും. അതിന് മാധ്യമങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ കണ്ടില്ലേ, കേരളത്തിനാകെ നല്ലത് വരാൻ പോകുന്നു. ഞാനിപ്പോൾ ഒരാൾ എഴുതിയ കേട്ടിട്ട് ഞെട്ടിപ്പോയി. ഇവർ കൊണ്ടുവരാൻ പോകുന്ന തൊഴിൽ സാധ്യതകളെക്കുറിച്ചാണ്. ഇപ്പം തന്നെ മനസ്സിലാക്കിക്കോണം. വിഴിഞ്ഞത്തിൻ്റെ അടുത്ത തുറമുഖത്തിൻ്റെ വികസന സാധ്യത വെച്ച് 5000 കോടി രൂപയുടെ വിവിധങ്ങളായ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായിട്ട് ലോജിസ്റ്റിക്കിന് കരാർ ഇപ്പം തന്നെ MOU ആയി കഴിഞ്ഞു. നമ്മൾ നാവായിക്കുളം റിംഗ് റോഡ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ബാക്കി കാണാൻ പറ്റുന്ന എന്താ? നമ്മുടെ തീരദേശപാതയും മലയോര പാതയും അതുപോലെ ദേശീയപാതയുടെ പൂർത്തീകരണം വന്നാൽ ഇവിടുന്നല്ല ഈ ചരക്കുകൾ കൈമാറ്റം ചെയ്യാൻ കര വഴി സമയവും കിട്ടുകയല്ലേ. ഓക്കെ, അപ്പോൾ തുറമുഖ നഗരം യാഥാർത്ഥ്യമാകണമെങ്കിൽ ഈ പാതകളെല്ലാം ഉണ്ടാകുകയല്ലേ. അപ്പോൾ എന്താണ് കേരളത്തിൽ LDF ചെയ്ത വികസനം? ആ വികസനത്തിൻ്റെ മേലാണ് ഈ വിലയുണ്ടായത്. ഇല്ലെങ്കിൽ ഒരു MSC ഇവിടെ വരത്തില്ല. അതുകൊണ്ട് ദേശാഭിമാനി കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ MSC എന്നൊരു ഷിപ്പിംഗ് കമ്പനി ഇവിടെ കണ്ണുവെക്കാൻ കാരണം ഇത് നന്നായി വളർന്നുകൊണ്ടാണ്. പഴയ പോലെ ഉമ്മം കുത്തി കിടന്നിരുന്നെങ്കിൽ ആരും അങ്ങോട്ട് വരത്തില്ലായിരുന്നു. സതീശൻ്റെ ഭരണമോ അല്ലെങ്കിൽ UDFൻ്റെ ഭരണമോ കഴിഞ്ഞ ടൈമിൽ ഉണ്ടായിരുന്നെങ്കിൽ വിഴിഞ്ഞമില്ലായിരുന്നു. 10 കൊല്ലം കിട്ടിയപ്പോൾ വിഴിഞ്ഞം വന്നു. ആ വന്ന വിഴിഞ്ഞത്തെ വിഴുങ്ങാൻ വരുന്ന MSCയെ ഇവിടെ വേണ്ട, ശരി 25% അപ്പുറത്ത് ആരും കളിക്കാൻ വരണ്ട എന്ന് പറയാൻ ഉള്ള ആർജവം സതീശന് പറയാൻ അറിയാം കേട്ടോ. പുള്ളിക്ക് പറയാൻ അറിയാവുന്നയാളാണ്. അതാണ് എലിയെപ്പോലെ ഇരിക്കുന്നവനൊരു പുലിയെപ്പോലെ വരുന്നത് കാണാം. അത് BJPക്കെതിരെ അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ. ശരി, അതാണ് സതീശൻ. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇത് വളരെ കൃത്യമായ ഒരു 10 വർഷത്തെ പിണറായി വിജയൻ LDF ഭരണവും പിണറായി വിജയൻ സർക്കാരും LDF സർക്കാരും അതുപോലെ ഒരു മാസം പിന്നിട്ട VD സതീശൻ എന്ന മുഖ്യമന്ത്രിയും UDF ഭരണവും എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നതിനെ സംബന്ധിച്ച ഒരു താരതമ്യത്തിന് വളരെ കൃത്യമായി മറ്റു പലതും എന്ന പോലെ കുറെ കൂടി ശക്തമായി ഇടവരുത്തുന്നതാണോ? കൃത്യമായി ആ കരാറിൽ പറയുന്നത് 26%-അപ്പുറം, അത് ഉടമസ്ഥത കൈമാറ്റം പോലെ തന്നെ വരും. ഓഹരി കൈമാറ്റം സംഭവിക്കുന്നു എങ്കിൽ ഈ പോർട്ട് കേരളത്തിൻ്റേതാണ്, സംസ്ഥാന സർക്കാരിൻ്റേതാണ്. ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത് 5595 കോടിയാണ് ചെലവഴിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഞാനിത് കഴിഞ്ഞ വർഷത്തെ കണക്കുകളാണ് ഞാനീ പറഞ്ഞത്, ചെലവഴിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ആ പോർട്ടിൽ ഈ 49% ഷെയറാണ് ഈ ഇൻ്റർനാഷണൽ കമ്പനി എടുത്തിട്ടുള്ളത്. ആ കരാറിൽ പറയുന്ന മുൻകൂർ അനുമതി വാങ്ങണം എന്നാണ്. നോക്കൂ, ഞാനിപ്പോൾ കാട്ടിത്തരാം. അദാനി പോർട്സ് ഇതുമായി ബന്ധപ്പെട്ട പ്രസ് റിലീസ് ഇറക്കി. ആ പ്രസ് റിലീസിലൂടെ അവർ ഇത് പ്രഖ്യാപിച്ചു. അദാനി പോർട്സും MSC ഗ്രൂപ്പും ദീർഘകാല പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നു. MSCയുടെ ടെർമിനൽ വിഭാഗമായ TIL വിഴിഞ്ഞം തുറമുഖത്തിൽ 49% ഓഹരി ഏറ്റെടുക്കും. ആകെ ഇടപാട് മൂല്യം ഇത്ര, അതിലേതാണ്ട് 13,000 കോടി രൂപ അവർ നിക്ഷേപിക്കും. TIL, ഈ MSCയുടെ ടെർമിനൽ വിഭാഗമായ TIL എന്ന് അദാനി പോർട്സ് വാർത്താക്കുറിപ്പിറക്കി ആ തീരുമാനം പറയുകയാണ്. കരാർ പറയുന്നത് എന്താണ് ലാൽകുമാർ? അതായത് മുൻകൂർ അനുമതി വാങ്ങിച്ച് മാത്രമേ ഇത്തരം തീരുമാനങ്ങളിലേക്ക് പോകാൻ കഴിയൂ. അതിന് നേരെ ഘടകവിരുദ്ധമാണ്. അദാനി പോർട്സ് വാർത്താക്കുറിപ്പിറക്കി അത് ഡിക്ലെയർ ചെയ്യുന്നു. എന്താണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്? അതെന്നിട്ട് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അദാനി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമായി മുന്നോട്ട് പോകുന്ന കാര്യം ആ വിൽപ്പന ഡീലുമായി ബന്ധപ്പെട്ട ഓഹരി വിൽപ്പന ഡീലുമായി. എന്നിട്ടും മുഖ്യമന്ത്രി ഇത് അറിഞ്ഞിട്ടില്ല, സർക്കാർ അറിഞ്ഞിട്ടില്ല. മുൻകൂർ അനുമതി വാങ്ങി മാത്രമേ ഈ തീരുമാനം എടുക്കാൻ കഴിയൂ. അങ്ങനെ എടുത്താൽ മാത്രമേ ഈ വാർത്താക്കുറിപ്പ് ഇറക്കാൻ കഴിയൂ. ഇത് പിണറായി സർക്കാർ, LDF സർക്കാർ, സതീശൻ എന്ന മുഖ്യമന്ത്രി, സതീശൻ സർക്കാർ ഒരു താരതമ്യത്തിലേക്ക് പോവുകയാണോ യഥാർത്ഥത്തിൽ? കഴിഞ്ഞ 10 വർഷം
ഈ വാല്യുവേഷൻ വിഴിഞ്ഞത്തു കൂടിയിട്ടും ആ സർക്കാരിൻ്റെ കാലത്ത് ഇങ്ങനൊരു ഷെയർ ട്രാൻസാക്ഷൻ, ഷെയർ കച്ചവടം നടത്താൻ അദാനി താല്പര്യപ്പെട്ടിട്ടേയില്ല, ശ്രമിച്ചിട്ടേയില്ല. ലാൽകുമാർ, അല്ല, ഇവിടെ ഒരു വിഷയം മാത്രമല്ല. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ നടന്നിട്ടുള്ള പല വിഷയങ്ങളിലും ഡീലാണോ എന്ന് സംശയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ഫെയർ ക്രിറ്റിസിസം നടത്തിയാൽ ആ ഫെയർ ക്രിറ്റിസിസത്തിന് ആൻസർ പറയാൻ ഏറ്റവും അഗ്രസീവായിട്ടുള്ള മുഖ്യമന്ത്രി എല്ലാ ചോദ്യങ്ങൾക്കും, അനിൽകുമാർ പറഞ്ഞല്ലോ, എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം കയ്യിലുള്ള, നമ്മൾ അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെയൊക്കെ ശരീരഭാഷ, അത് സാധാരണഗതിയിലൊരു രാഷ്ട്രീയ പ്രസംഗം നടത്തുന്ന ശരീരഭാഷയിലാണ് അദ്ദേഹം ഇടപെടുന്നത്. അദ്ദേഹം എവിടെയൊക്കെയോ അതൊരു ലോ മേക്കിംഗ് ബോഡിയാണ് എന്ന് മറന്നു പോകുന്നുവെന്ന് എനിക്ക് സംശയം. കൈ ചൂണ്ടിയൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യം. പക്ഷേ അതിനകത്തൊരു അദ്ദേഹത്തിൻ്റെ അഗ്രഷൻ, അദ്ദേഹം സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു പൊസിഷന് വേണ്ടിയിട്ടുള്ള അഗ്രസീവ്ലി ഡിഫൈൻഡ് ചെയ്യാനുള്ള ഒരു ശ്രമം, ഡിഫെൻഡ് ചെയ്യാനുള്ളൊരു ശ്രമം അദ്ദേഹം നടത്താറുണ്ട്. നോക്കൂ, ആദ്യത്തെ കേരളത്തിൽ വന്ന വിഷയങ്ങൾ പലതാണ്. അതിനകത്ത് ഇപ്പം അദാനിയുമായി ബന്ധപ്പെട്ട് വന്ന വിഷയത്തിൽ എന്താണ്, ഒരു യൂണിലാറ്ററൽ ഡിക്ലറേഷനാണ് അദാനി വരുത്തുന്നത്. അദാനി സേയിങ് അവർ വിൽക്കാൻ പോവാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഈ എഗ്രിമെൻറ്റിൻ്റെ പ്രീ കണ്ടീഷനുകളിലൊന്നാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ പെർമിഷൻ വേണം. എന്താണ് സ്റ്റേറ്റിൻ്റെ പെർമിഷൻ വേണമെന്ന് പറയുന്നതിന് കാരണം, ഒന്ന്, ഇത് നാഷണൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണ്. നമ്മുടെ സർക്കാരിൻ്റെ പോർട്ടിൽ ഇപ്പോൾ നോക്കൂ, നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള പല കാര്യത്തിനും അലിഗേഷൻസ് വരുന്ന ഒരു പോർട്ട് ഗുജറാത്തിലെ പോർട്ടാണ്. ആരാ ഓൺ ചെയ്യുന്നത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഇവരുടെ ഓണർഷിപ്പിലേക്ക് പോകുമ്പം എന്തൊക്കെ രീതിയിൽ ഡിസ്പ്യൂട്ട് വരാം, ഏതൊക്കെ രീതിയിൽ അത് നാഷണൽ സെക്യൂരിറ്റിയെ അഫക്റ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ പല ഘട്ടങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ, ഇപ്പോൾ ഏത് സർക്കാരാകട്ടെ, നമുക്ക് ഇപ്പോൾ ഒരു മോഡലുണ്ട്, അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പ്രതിബദ്ധത നിങ്ങൾക്കുണ്ട്. അതിനെ ടോപ്സി ടേർവി ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉണ്ടായി വന്നിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് അദ്ദേഹത്തിന് ഉത്തരവില്ല. നോക്കൂ, കേരളത്തിൽ ഒരു കോൺഗ്രസ്സുകാരനോട് ചോദിക്കുക, എന്തിനാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം റിസൾട്ട് വരുന്നതിന് മുമ്പ് മംഗലാപുരത്തേക്ക് വി.ഡി. സതീശൻ യാത്ര ചെയ്തത്? അവർക്ക് ഉത്തരവില്ല. ആത്മാർത്ഥമായിട്ട് അവർക്ക് ഉത്തരവില്ല എന്നുള്ളതാണ് സത്യം. കാരണം വി.ഡി. സതീശൻ പോയത് എന്തിനാണെന്ന് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയെ മൊത്തത്തിൽ ചാക്കിലാക്കി വിൽക്കുന്ന ഡീലുകൾക്കാണ് പോയത് എന്നുള്ള വിമർശനം വരുമ്പോഴും അദ്ദേഹം മിണ്ടാതിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞെന്താ, ആര്യാട മുഹമ്മദിൻ്റെ ഏതോ ബന്ധുവിനെ കാണാൻ, ആര്യാട മുഹമ്മദിൻ്റെ ബന്ധുവിനെ കാണാൻ ചാർട്ടർ ഫ്ലൈറ്റിൽ അവിടെ പോയിരിക്കുകയാണ്. ആര്യാടൻ്റെ വീട്ടിൽ പോയിട്ടില്ല ഇതുവരെ. അതാണ് അവസ്ഥ. ഇതൊക്കെ നമ്മൾ പറയുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിലും കേൾക്കുന്ന ആൾക്കാർക്ക് നമുക്കൊരല്പം കോമൺ സെൻസ് ഉണ്ടെന്ന് നമ്മളെങ്കിലും കരുതുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് നമുക്കിത് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല. അത് വി.ഡി. സതീശന് മനസ്സിലാകുന്നില്ല. ഈ പറയുന്ന പ്രശ്നം, ഇതിനകത്ത് രസം എന്നാന്ന് വെച്ചാൽ, ഈ വിഷയം ഇപ്പോഴും താലോലിക്കപ്പെടുകയും ഈ വിഷയം ഡിസ്പ്യൂട്ടാകാതിരിക്കുകയും ഈ വിഷയം ഒരു എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം അദ്ദേഹത്തിനോട് ശക്തമായി സമൂഹത്തിൽ നിന്ന് ചോദ്യം വരാത്തതിനും കാരണം കേരളത്തിലെ മാധ്യമപ്രവർത്തകരും മാധ്യമവുമാണ്. അത് ശരത്തേട്ടൻ്റെ വർഗത്തിലുള്ള ആൾക്കാർ ഈ ചോദ്യം കൺസിസ്റ്റൻ്റ്ലി അദ്ദേഹത്തിനോട് ചോദിക്കാൻ മടിക്കുന്നു. കാര്യം അദാനി എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇദ്ദേഹം ഡീൽ ചെയ്യപ്പെട്ടിരിക്കുന്ന ഇൻഡസ്ട്രീസ് അവർക്കും താല്പര്യപ്പെട്ടവരാണ്, കോർപ്പറേറ്റുകളാണ്, അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രീസാണ് മൂലധനം കയ്യിൽ വെക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്, പരസ്യ വരുമാനങ്ങളുണ്ട്, പല വിഷയങ്ങൾ അതുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അവരതിലൊരു അഭിപ്രായം പറയില്ല. ഇതാണ് ഇതിനകത്തെ അടിസ്ഥാനപരമായ കാര്യം. പക്ഷേ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണോ കേരളത്തിൽ കേരളത്തിനെ തൂക്കി വിൽക്കത്തക്ക രീതിയിൽ ഓരോ കാര്യങ്ങൾ എടുക്കുന്നുണ്ടോ എന്നുള്ളത് സത്യസന്ധമായ കാര്യമില്ലേ? ഇപ്പോൾ ബക്കാഡിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നോക്കൂ. ബക്കാഡിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, നമ്മൾ CPM-ൻ്റെ വിമർശനം, ഗോതമാഷ്ക്ക് നിന്ന് കിട്ടിയ ലെറ്റർ എന്നൊക്കെ പറയുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. UDF-ൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ്, UDF-ൻ്റെ മദ്യനയം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അത് ശരവേഗത്തിൽ ഈ പറയുന്ന ഫയൽ നീക്കുകയും അത് മുഖ്യമന്ത്രി അതിനകത്ത് ഒരു ഇടപെടൽ നടത്തുകയും ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? അദ്ദേഹം ഇങ്ങനൊരു കാര്യം വെക്കുന്നത് വഴി ആർക്കാണ്? നോക്കൂ, സോഷ്യൽ പ്ലെയേഴ്സ് പല ആൾക്കാരുണ്ടല്ലോ, സോഷ്യൽ ഗ്രൂപ്പുകൾ, സഭകൾ, ജാതി സംഘടനകൾ. ഇതിനകത്ത് ആരെങ്കിലും ഒരൊറ്റ ഒരാൾ വി.ഡി. സതീശൻ്റെ കൂട്ടത്തിൽ വി.ഡി. സതീശൻ അല്ലാതെ, അല്ല കെ. മുരളീധരൻ നിന്ന പോട്ടെ, വേറെ ആരെയും ഒരാൾ
അദ്ദേഹത്തിനോടൊപ്പം നിന്നോ? നിന്നില്ല, നിൽക്കില്ല. VM സുധീരൻ നിന്നില്ല. വേറെ ആരാ നിന്നത്? M ലിജു അറിഞ്ഞിട്ട് പോലുമില്ല, വകുപ്പ് മന്ത്രി. അപ്പം പല കാര്യങ്ങളിലും, ഇത് മാത്രമല്ല, പല കാര്യങ്ങളിലും ഈ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ VD സതീശൻ ആർബിട്രറി ആയിട്ട് ഇടപെടുകയും അദ്ദേഹം സംഘപരിവാർ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, സംഘപരിവാർ താല്പര്യമാണ് യഥാർത്ഥത്തിൽ പലയിടത്തും സംരക്ഷിക്കപ്പെടുന്നത്. ഇന്നിപ്പോൾ നോക്കൂ, ഇലക്ട്രൽ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ, ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അപ്പോയിൻമെൻറ്റ് എന്തായാലും ആക്കി കഴിഞ്ഞിരിക്കുന്നു. PM നിയാസ് എന്താ പറഞ്ഞിരിക്കുന്നത്? PM നിയാസ് പറഞ്ഞതിനെ എല്ലാം റദ്ദ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് സന്ദർശനാനുമതി കൊടുക്കാതെ കാര്യങ്ങൾ തീരുമാനം ഗവർണർ ഒപ്പുവെച്ചു. ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഈ പ്രവൃത്തി നടത്തുന്നത്? നിങ്ങൾ കോൺഗ്രസിൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് വേണ്ടിയിട്ടല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് കോൺഗ്രസ്സുകാരുടെ ഐഡിയ വെളി വരാനായിട്ടല്ലേ? ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ലേ ഭരണം നടത്തുന്നത്? ഇത് നാട്ടുകാരെ ബോധ്യപ്പെടുത്തത്തക്ക രീതിയിൽ ഒരാളെ VD സതീശൻ പറയുന്നത് KM ഷാജി മുസ്ലിം ലീഗും മാത്രം വിശ്വസിക്കുന്നൊരവസ്ഥയിലേക്ക് മാറി. കാര്യം എന്താണെന്നറിയോ? അവർക്ക് സതീശൻ ഒരു ബാധ്യതയായി മാറി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്യുന്ന കാര്യം മുഖ്യമന്ത്രി VD സതീശനെ ആക്കാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചത്, പ്രവർത്തിച്ചത് മുസ്ലിം ലീഗ് ആയതുകൊണ്ട് ലീഗിന് ഇപ്പം ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാ ബാധ്യതകളും എടുത്ത് തലയെ വെക്കേണ്ട ഒരു സാഹചര്യം കൂടെ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ലീഗുകാരോടൊന്ന് സംസാരിച്ചാലും മനസ്സിലാവും. ലീഗിൽ പല ആൾക്കാർക്കും ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയോടോ ഈ ചേഷ്ടകളോടോ ഒന്നും ഒരു താല്പര്യവുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഒരു ലാർജർ ഡീലിൻ്റെ ഭാഗമായി, പല പല എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായി ഉണ്ടായി ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു വിഷയമാണെന്നും അത് ഇനിയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ വലിയ രീതിയിൽ ഇത് പുറത്തു വരുമെന്നും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നതെന്നും എനിക്ക് ഉറപ്പാണ്. പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്ന സാധനം വളരെ ഗൗരവത്തിൽ കേരളത്തിൽ നടക്കും. പ്രൈവറ്റ് ഇൻഡസ്ട്രീസിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തും. ഇവിടെ മാധ്യമങ്ങളൊന്നും മിണ്ടില്ല. ആകെപ്പാടെ ഒരു കൈരളിയുണ്ട്, കൈരളി എടുക്കുക, അദ്ദേഹം മിണ്ടത്തുമില്ലാത്ത സാഹചര്യമായിരിക്കും നടക്കാൻ പോകുന്നത്. മാധ്യമപ്രവർത്തകർ ഒന്നും ചോദിച്ചില്ല. ചില മാധ്യമപ്രവർത്തകർ ഇപ്പം അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൽ തന്നെ കയറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെ അവരെന്തിനു വേണ്ടിയിട്ട് പണിയെടുത്തെന്നുള്ള ചോദ്യം പോട്ടെ. കോൺഗ്രസിലെ ഓക്കെ, ലാൽ പറഞ്ഞത് വെച്ചിട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല മറ്റ് മന്ത്രിമാരുടെ ഓഫീസുകളിലേക്കും മാധ്യമപ്രവർത്തകർ വരിയായി ഒരുപാട് പോകുന്നുണ്ട്. അതൊക്കെ അവരവരുടെ വ്യക്തിപരമായ താല്പര്യം. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നിരന്തരം ഈ ഇടതുപക്ഷ വിരുദ്ധത പേറുന്ന ചാനൽ ചർച്ചയിലെ സ്ഥിരം മുഖമായ ആളുകൾക്ക് പോലും ഈ കച്ചവടവുമായി ബന്ധപ്പെട്ട്, ഈ ഡീലുമായി ബന്ധപ്പെട്ട് ഇതിലൊരു സുതാര്യതയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഴുതേണ്ടി വരുന്ന നിലയുണ്ട്. അതുപോലെ VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നത് ഇങ്ങനെ വളരെ സ്വപ്നം കണ്ടൊരു ചലച്ചിത്ര സംവിധായകൻ അക്കാലത്തിട്ട പോസ്റ്റും ഇപ്പോൾ ഇട്ട പോസ്റ്റും ഒറ്റ മാസം കഴിഞ്ഞ് വരുന്ന പോസ്റ്റും ഒക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ താരതമ്യം ചെയ്യുന്നുണ്ട്. അതായത് 45 മിനിറ്റ് പച്ച പാതിരാത്രിക്ക് പവർ കട്ടാണ് എന്ന് പറയുന്ന, അതും മഴക്കാലത്ത് പവർ കട്ട് നമുക്ക് ശീലമാക്കിയ അങ്ങനൊരു വിസ്മയം നമുക്ക് സമ്മാനിച്ച, നമ്മൾ കൊടും ചൂടിൽ വേനൽക്കാലത്താണ് ഈ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒക്കെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ മഴക്കാലത്ത് നല്ല മഴ പുറത്ത് പെയ്യുമ്പോൾ അകത്ത് കൂരിരുട്ടാണ്. അപ്പോൾ അങ്ങനെ അതും പച്ച പാതിരാത്രിക്ക്, ഒന്ന് ലോകകപ്പിലൊരു മത്സരം കാണാനിരിക്കുമ്പോഴായിരിക്കും ഡിം കറണ്ട് പോകുന്നു. ഇങ്ങനെയുമൊക്കെ ഈ വിസ്മയം നമ്മളെ പഠിപ്പിച്ച അവസ്ഥയിൽ ആ ചലച്ചിത്ര സംവിധായകനും വല്ലാതെ നിരാശപ്പെടുന്നത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യാൻ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. ഞാൻ റെജിനിലേക്കാണ്. റെജിൻ, ഞാൻ ആദ്യം ചോദിച്ചൊരു ചോദ്യത്തെ താങ്കൾ സൗകര്യപൂർവ്വം വിട്ടുകളഞ്ഞതാകാം, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോയതാകാം. അത് ഇത്രയേ ഉള്ളൂ. അതായത് 10 വർഷം പിണറായി വിജയൻ ഭരിച്ചപ്പോൾ വാല്യുവേഷൻ ഉയർന്ന വിഴിഞ്ഞത്തിൻ്റെ ഓഹരികൾ വിറ്റ് പണമുണ്ടാക്കാമെന്ന് അദാനി ആഗ്രഹിച്ചിട്ടില്ല, ആഗ്രഹിച്ചാലും അതിന് തുനിഞ്ഞിട്ടില്ല. പക്ഷേ ഭരണം മാറി ഒരൊറ്റ മാസം കൊണ്ട് 13,000 കോടി രൂപ കരസ്ഥമാക്കി. ഈ 49% ഓഹരികൾ അദാനി അന്താരാഷ്ട്ര കമ്പനിക്ക് വിറ്റു. ഇതാണ് ഞാൻ പറഞ്ഞത്. 10 വർഷം അദാനിക്ക് ചെയ്യാൻ ധൈര്യപ്പെടാതിരുന്ന കാര്യം ഒറ്റ മാസം കൊണ്ട് ചെയ്തു. 2, ഒരു ഡീൽ എന്ന വലിയ ചിന്ത ആളുകളിൽ അരക്കിട്ടുറപ്പിക്കും വിധമുള്ള പ്രശ്നങ്ങളുണ്ട് റെജിൻ. അതിന് ഏറ്റവും പ്രധാനമായത്, അദ്ദേഹം നിയുക്ത മുഖ്യമന്ത്രി ആകുന്നതിനും തൊട്ട് മുമ്പ്, വോട്ടെണ്ണുന്നത് 4-ാം തീയതി, 1-ാം തീയതി അദ്ദേഹം മംഗലാപുരത്തേക്ക് പോയ പോക്കിൻ്റെ രീതി, എന്തിനു പോയി, അദ്ദേഹത്തിന് ഇന്ന് വരെ വ്യക്തമായി അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് വലിയ തോതിൽ ട്രോളായി. ഒരാൾക്കും അദ്ദേഹത്തിന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത വിധം എന്തിന് മംഗലാപുരത്ത് പോയി, അവിടെ വെച്ച് എന്തിന് അദാനി ഗ്രൂപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് ഇങ്ങോട്ട് ഓരോ കാര്യത്തിലും ഇത് വെച്ച് ആളുകൾ സംശയിക്കുന്നു. ഇതിലടക്കം ആ തരത്തിൽ ഡീല് ആക്ഷേപമുയരുന്നു, സംശയമുയരുന്നു. തൃപ്തികരമായി എന്തു മറുപടി തരും റിജിൻ? നോക്കൂ ശരത്, ഇതിനകത്ത് CPM-ന്റെ നയം എന്താണ്? MNC-യുമായി ബന്ധപ്പെട്ട്, MNC ബന്ധപ്പെട്ട്, അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷത്തിരിക്കുന്നവരാണല്ലോ, മുഖ്യധാര മാധ്യമങ്ങളും മുഖ്യധാര മാധ്യമങ്ങളിലെ പാനലിസ്റ്റായിട്ട് വന്നിരിക്കുന്നവരും ഒക്കെയാണല്ലോ. എനിക്ക് പറയാനുള്ള, അനിൽകുമാർ ആദ്യം തന്നെ അത് സൂചിപ്പിച്ചു പോയി എന്നുള്ളതാണ്. ദേശാഭിമാനി പത്രത്തിൽ എന്താണ് ഇന്ന് എഴുതിയിരുന്നത്?
ദേശാഭിമാനി പത്രം എന്ന് പറയുന്നത് എനിക്കറിയാൻ കഴിയുന്നതും പൊതുസമൂഹത്തിന് അറിയാവുന്നതും ഈ ദേശാഭിമാനി എന്ന് പറയുന്നത് CPM-ന്റെ മുഖപത്രമാണെന്നാണ്. അത് ദേശാഭിമാനി അല്ല കേരളം ഭരിക്കുന്നത്. അല്ലല്ല കേരളം ഭരിക്കുന്നവരുടെ ഉദ്ദേശശുദ്ധിയിലാണ് സംശയം. ദേശാഭിമാനിയല്ല ഞാൻ പറഞ്ഞത്. കേരളം ഭരിക്കുന്നവരുടെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കാവുന്ന നിരവധി ഘടകങ്ങൾ. 10 വർഷം അദാനി ധൈര്യപ്പെടാതിരുന്ന ഈ കച്ചവടം ഇപ്പോഴെങ്ങനെ വന്നു? അത് നിങ്ങൾ ജനങ്ങളോട് പറയേണ്ട മറുപടിയാണ്. പറഞ്ഞോളൂ. ശരത്ത് മാധ്യമ പ്രവർത്തകനാണ്. അങ്ങയോട് അങ്ങയോട് ചോദിക്കുന്നില്ല, അത് പെടുക. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ, CPM-ന്റെ നിലപാടും ദേശാഭിമാനിയുടെ നിലപാടും രണ്ടാണോ? അതാണ് എന്റെ ചോദ്യം. ഒന്നാമത്തെ ഒരു ചോദ്യം അതാണ്. കാരണം ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ MNC ഗ്രൂപ്പ് 49% ഓഹരി എടുക്കുന്നു, വിഴിഞ്ഞത്ത് 13,000 കോടിയുടെ നിക്ഷേപം, അത് LDF ഗവൺമെന്റിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായിട്ടാണ് എന്ന് പറഞ്ഞ് ഈ പറയുന്ന മുമ്പേ കുറെ മാധ്യമങ്ങളെയൊക്കെ നിങ്ങൾ പാനലിസ്റ്റുകൾ വളരെ രൂക്ഷമായി വിമർശിച്ചല്ലോ. ആ മാധ്യമങ്ങളിൽ വന്ന പോലെ തന്നെയുള്ള വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ട ലേഖനം സ്വന്തം ലേഖകൻ തന്നെ ദേശാഭിമാനി പത്രത്തിൽ എഴുതിയിരിക്കുകയാണ്. ആ ദേശാഭിമാനി പത്രത്തിന്റെ മുഖപത്രമായി ഇരിക്കുന്ന CPM-ന്റെ ആളുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ കുറച്ചുകൂടെ കഴിഞ്ഞ് സായാഹ്നത്തിൽ എത്തി കൈരളി ചാനലിൽ വന്നിരുന്നിട്ട് ഈ രീതിയിലേക്ക് ആ MNC കമ്പനിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡീലുകളെയൊക്കെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് അങ്ങോട്ടുള്ള ചോദ്യം മനസ്സിലായി. നിങ്ങൾ നേരിടുന്ന ചോദ്യത്തിന് ഉത്തരം പറയും. ബന്ധപ്പെട്ട് കുറെ നേരമായി ഈ പറയുന്ന രീതിയിലേക്ക് പറഞ്ഞല്ലോ. അടുത്ത പോയിന്റിലേക്ക് വരും. ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഈ പറയുന്ന രീതിയിലേക്ക് കുറെ ഇതുമായി ബന്ധപ്പെട്ട് എന്റെ ചോദ്യം സ്പെസിഫിക് ആണ്. 10 വർഷം ഇങ്ങനെ ഓഹരി കച്ചവടം ചെയ്യാൻ ധൈര്യപ്പെടാതിരുന്ന അദാനി എങ്ങനെ VD സതീശൻ വന്ന് 1 മാസം കൊണ്ട് അതിന് തയ്യാറായി? മെയ് 1 മംഗലാപുരത്തേക്കുള്ള അദ്ദേഹത്തിന്റെ ദുരൂഹമായ യാത്രയിലെ ചോദ്യങ്ങൾ നിരവധി. അദ്ദേഹത്തിന്റെ വ്യക്തതയില്ല പറയുന്നതിൽ അതിന്റെ ഭാഗമാണോ? ചർച്ചകളിലും ഇതിനകത്ത് എല്ലാ ചർച്ചകളിലും നിങ്ങൾ മംഗലാപുരവുമായി ബന്ധപ്പെട്ട് VD സതീശനുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടവരാരും അഭിപ്രായം പറയുന്നു. മംഗലാപുരത്ത് ഇറങ്ങിയാലേ മൂകാംബിക ക്ഷേത്രത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. അതായത് ബാംഗ്ലൂർ എയർപോർട്ടിൽ പോയാലും ഡൽഹി എയർപോർട്ടിൽ പോയി ഇറങ്ങിയാലും മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകണമെങ്കിൽ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകണമെങ്കിൽ ദൃശ്യങ്ങൾ നോക്കൂ. മൂകാംബികയിലെ ദൃശ്യങ്ങളല്ല, മംഗലാപുരത്തെ ദൃശ്യങ്ങളാണ്. സ്ക്രീനിൽ നോക്കൂ. തർക്കമില്ല സാർ, തർക്കമില്ല. മൂകാംബികയിൽ അദ്ദേഹം പോയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം, അതിൽ തർക്കമില്ല. മംഗലാപുരത്ത് അദ്ദേഹം കണ്ട ദുരൂഹമായ കൂടിക്കാഴ്ചകളെ കുറിച്ചാണ് പറയേണ്ടത്. അസഹിഷ്ണുതയല്ല സാർ, നിങ്ങൾ വഴിതിരിഞ്ഞു പോയിട്ട് കാര്യമില്ല. ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറയാം. മുഖ്യമന്ത്രി പോലും പറഞ്ഞത് എന്താണ്? ആര്യാടന്റെ ബന്ധുവിനെ കാണാൻ പോയി എന്നാണ്. മടിയിൽ കനമുണ്ടെന്ന് നിങ്ങൾ ആളുകൾ തന്നെ മനസ്സിലാക്കേണ്ട രീതിയിൽ ആര്യാടന്റെ ബന്ധുവിനെ കാണാൻ പോയി എന്നല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന് പ്രേക്ഷകർ പോലും ചിന്തിക്കുന്ന രീതിയിലേക്കാണ് നിങ്ങൾ ഈ പറയുമ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ചോദ്യങ്ങളെ അഡ്രസ് ചെയ്യുന്നില്ല റിജിൻ. അതുകൊണ്ടാണ്, വേറൊന്നുമില്ല. അതെ, ചോദ്യങ്ങളായി കണ്ടുകൊണ്ടാണ്. ആദ്യം പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചോ പറഞ്ഞു അതല്ല നമ്മുടെ വിഷയം. രണ്ടാമത് മംഗലാപുര യാത്രയുമായി ബന്ധപ്പെട്ട് അത് പറഞ്ഞപ്പോൾ അതുമല്ല നമ്മുടെ വിഷയം. പിന്നെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ആര്യാടന്റെ ഡീലാണെന്ന്, പിന്നെ പറഞ്ഞു അദാനി ഡീലാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഒരു 2015 ഡിസംബർ 6 അദാനി ഗ്രൂപ്പിന്റെ ചെയർമാൻ ഗൗതം അദാനി ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസ് സന്ദർശിച്ചു. ഏത് ഓഫീസാണെന്ന് അറിയാമോ ശരത്തിന്? നിങ്ങൾ നിൽക്കുന്നതിന്റെ തൊട്ടപ്പുറത്തുള്ള AKG സെന്റർ എന്ന് പറയുന്ന ഓഫീസാ ആരാ സന്ദർശിച്ചത്? അദാനി ഗ്രൂപ്പിന്റെ ചെയർമാൻ. നിങ്ങളോടുള്ള ഇന്നത്തെ ഭരണത്തിലെ ചോദ്യങ്ങൾക്ക് ഇതൊന്നും ഒരു മറുപടിയല്ല. ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അദാനിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വലിയ അപ്പൊ അന്നൊക്കെ എന്തൊക്കെ ഗൂഢാലോചനകളായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളതെന്നാണ് നിങ്ങൾ പറയാനുള്ളത്? ഇതൊക്കെ കെട്ടിച്ചമച്ച ആരോപണങ്ങളാണ്. അത് ആ തുച്ഛത്തോട് തന്നെ തള്ളിക്കളയാണ്. ഇതൊക്കെ കെട്ടിച്ചമച്ച കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം കരുതുന്നത് മുഖ്യമന്ത്രി പോയത് മൂകാംബികയ്ക്കാണ്. കേട്ടല്ലോ. അതുപോലെ തന്നെ മുമ്പ് തന്നെ പാർട്ട്ണർ ആക്ഷേപം വന്നിരുന്നു. ഇപ്പോൾ പറഞ്ഞോളൂ, മറുപടി പ്രതിപക്ഷത്തിന്റെ കാഴ്ചപ്പാട് വെച്ച് എന്താണ്? ഞാൻ CPM-ന്റെ LDF-ന്റെ നയം കൃത്യമായിട്ട് പറയാം. ഒന്ന്, വിഴിഞ്ഞം തുറമുഖം സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ആ കരാറിൽ ഉമ്മൻചാണ്ടി അത് അദാനിക്ക് സമ്മാനിച്ച ഘട്ടത്തിൽ കേരളത്തിന് നഷ്ടമുണ്ടായി, കടൽക്കൊള്ളയായി മാറി. അത് C&G റിപ്പോർട്ട് ശരിവെച്ചതാണത്. എന്താണത്? തൂത്തുക്കുടി തുറമുഖത്തിൻ്റെ കാര്യത്തിൽ എന്താണോ ഉണ്ടായ ചെലവ് ആ ചെലവുമായി താരതമ്യപ്പെടുത്തിയാൽ വിഴിഞ്ഞം നമുക്ക് നഷ്ടമാണ് ഉണ്ടാക്കിയത്. 6000 കോടി രൂപയുടെ കടൽക്കൊള്ള എന്ന് സഖാവ് പിണറായി എന്ന് പറഞ്ഞത് വസ്തുതാപരമായി ശരിയാണെന്ന് C&G റിപ്പോർട്ട് ശരിവെച്ചിട്ടുണ്ട്.
എന്നാൽ അതിൽ അഴിമതിയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി കരാർ റദ്ദാക്കുക എന്നതിലേക്ക് ഞങ്ങൾ പോയില്ല. അത് നടപ്പാക്കലാണ് പ്രാധാന്യം. നടപ്പാക്കി കൊടുത്തു. നടപ്പാക്കുന്ന ഘട്ടത്തിൽ ഇന്നത്തെ ഭരണപക്ഷം അത് തകർക്കാൻ ശ്രമിച്ചവരാണ്, വിമോചന സമരം നടത്താൻ ശ്രമിച്ചവരാണ്, പോലീസ് സ്റ്റേഷൻ കത്തിക്കാൻ നിന്നവരാണ്. എല്ലാ തരത്തിലും നിങ്ങൾ പരിശ്രമിച്ചിട്ടും അവിടുത്തെ ജനപ്രതിനിധികളെതിരായിട്ടും നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും കടൽ ശോഷണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നടപ്പാക്കി തന്നു. അങ്ങനെ നടപ്പാക്കി തന്നപ്പോൾ അതിൻ്റെ ഭാഗമായി വിഴിഞ്ഞത്ത് 1000 കപ്പലുകൾ വന്ന് നങ്കൂരമിട്ട് ചരക്കിറക്കിപ്പോയി ഒരു വർഷത്തിനിടയ്ക്ക്. ഈ അത്ഭുതകരമായ മുന്നേറ്റം ലോകത്ത് മറ്റൊരു തുറമുഖത്തിനും ഇല്ല. ഇതാണ് LDFൻ്റെ ദീർഘവീക്ഷണം. അതിൻ്റെ ഭാഗമായി വിലയേറിയ തുറമുഖമായിട്ടത് മാറി. ഒരു വിഴിഞ്ഞം കോൺക്ലേവ് ഉണ്ടായിരുന്നു. കോൺക്ലേവ് രഹസ്യമല്ലല്ലോ, അല്ല. UDF സഹകരിച്ചോ? ഞങ്ങൾ വിഴിഞ്ഞം കോൺക്ലേവ് നടത്തിയപ്പോൾ കോൺക്ലേവിൽ ഈ കപ്പൽ കമ്പനി വന്നായിരുന്നു. അവിടെ ഈ പറയുന്ന MSC കപ്പൽ കമ്പനി വന്നു. വിഴിഞ്ഞം കോൺക്ലേവിൽ നിരവധി കമ്പനികൾ വന്നു, വിദേശ കമ്പനികൾ വന്നു. പരസ്യമായിട്ടാണ് ചർച്ച നടത്തിയത്. കേരളത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനുബന്ധ വ്യവസായങ്ങൾ വികസിപ്പിക്കാൻ ആർക്കൊക്കെ വരാം. MSCക്ക് വരാം, ഓപ്പറേറ്റിംഗ് കമ്പനിക്ക് വരാം. അങ്ങനെ വരുന്ന കമ്പനികൾ അദാനിയുടെ ഈ ഷെയർ ഏറ്റെടുക്കലെന്നുള്ള കച്ചവടത്തിന് ഞങ്ങൾ ഇന്ന് കൊടുത്തില്ല. അദാനിയുടെ കച്ചവടത്തിന് കൂട്ടുകച്ചവടക്കാരാണ് എന്തിനാ വിഴിഞ്ഞം കോൺക്ലേവ്. ഞങ്ങൾ വിഴിഞ്ഞം കോൺക്ലേവിൽ MSC അടക്കം വന്നല്ലോ, അവരുമായിട്ട് ചർച്ച നടത്തിയല്ലോ. നിങ്ങൾ നിക്ഷേപിക്കൂ കേരളത്തിൽ. അങ്ങനെ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരു 13,000 കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിലേക്ക് MSC കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ പിന്തുണയ്ക്കുകയല്ലേ വേണ്ടത്. ദേശാഭിമാനി വാർത്തയുടെ അടിസ്ഥാനം അതല്ലേ. മറ്റ് കേരളത്തിലെ മറ്റ് മാധ്യമങ്ങൾ അത് വെച്ച് തുള്ളിക്കളിച്ച പോലെ ദേശാഭിമാനി പത്രത്തിൽ എവിടെയും ഒരിടത്തും കണ്ടില്ല. വിഴിഞ്ഞം കോൺക്ലേവിന് തുടർച്ചയായി വിദേശ നിക്ഷേപം വരുന്നു, നല്ലത് എന്നതിനപ്പുറത്ത് കേരളത്തിൻ്റെ അവകാശം നഷ്ടപ്പെടാൻ പാടില്ല എന്ന് ഞങ്ങളുടെ തർക്കം. ആ തർക്കവും ദേശാഭിമാനി വാർത്തയായിട്ട് എന്താ ബന്ധം? ഞാൻ ദേശാഭിമാനി വാർത്ത എൻ്റെ കയ്യിലുണ്ട്, പൂർണ്ണമായിട്ടും മുമ്പിലുണ്ട്. ഞാൻ നോക്കി. ഈ പറയുന്ന 5(2) വകുപ്പിനെ കുറിച്ച് അതിൽ പറഞ്ഞിട്ടുണ്ടോ? ആ വകുപ്പ് പ്രകാരം കേരളത്തിൻ്റെ അവകാശാധികാരങ്ങൾ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? 5(3) വകുപ്പ് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ദേശാഭിമാനി പറഞ്ഞിട്ടില്ല. അപ്പം ദേശാഭിമാനി പറഞ്ഞ ഒരു കാര്യം, ഇത് യഥാർത്ഥത്തിൽ ഈ അദാനിയായിട്ടുള്ള ഇപ്പോഴത്തെ ഈ ഇവിടെ കച്ചവടത്തിൻ്റെ ഭാഗമായി 49% ഷെയർ കൈമാറുന്ന തർക്കം മറ്റൊന്ന്. വിഴിഞ്ഞം കോൺക്ലേവിന് തുടർച്ചയായിട്ട് ദേശാഭിമാനി വാർത്ത കൊടുത്തതാണ്. അത് അതിനകത്തുണ്ടല്ലോ. വിഴിഞ്ഞം കോൺക്ലേവിനെ കോട്ട് ചെയ്തിട്ടല്ല ദേശാഭിമാനി പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ സ്വയം ന്യായീകരിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് LDFന് തലയിലേക്ക് കയറാം. അത് സതീശൻ്റെ സ്ഥിരം രോഗമാണ്. ഇന്നലെ സതീശൻ ആ രോഗം വീണ്ടും കാണിക്കുന്നുണ്ട്. പച്ചക്കള്ളല്ലേ പറയണത്. ഈ വിഷയം അല്ലെങ്കിലും ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി ഓർക്കാൻ ഞാൻ പറയുകയാണ്. കേരളത്തിലെ കരിമണൽ ഖനനത്തിന് സ്വകാര്യ മേഖലയെ ഈ 10 കൊല്ലത്തിനടുക്ക് അനുവദിച്ചോ? ഒരു തരി കരിമണൽ വാരിയോ? പക്ഷേ VD സതീശൻ നിയമസഭയിൽ തട്ടി. നിങ്ങൾ കരിമണൽ ഖനനം നടത്തി. എന്താ യാഥാർത്ഥ്യം? അവിടെ KMML ഭൂഗർഭ അറയിൽ കൂട്ടിയിട്ടിരിക്കുന്ന മോണോസൈറ്റ് ഒന്ന് സംസ്കരിക്കണം. അതിനൊരു പൈലറ്റ് പ്രോജക്റ്റ് ഹൈദരാബാദിലൊരു കമ്പനി ടെൻഡർ എടുത്ത് 5 കമ്പനികളിൽ ഒരു കമ്പനിക്ക് ടെൻഡർ കിട്ടി. കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തിൻ്റെ എല്ലാ അനുമതിയോടെ ആ പൊതുമേഖലാ സ്ഥാപനം ഒരു പൈലറ്റ് പ്രൊജക്റ്റ് നടപ്പാക്കാൻ ഭൂമിക്കടിയിൽ ഭൂഗർഭ അറയിൽ സൂക്ഷിച്ചിരിക്കുന്ന ലോഹം എടുത്തൊന്ന് വേർതിരിക്കാൻ നോക്കുകയാണ്. അത് കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ കരിമണൽ ഖനനമാണെന്ന് നിയമസഭയിൽ പറഞ്ഞ ബിരുദനാണ് കേരള മുഖ്യമന്ത്രി. ഇത്ര പച്ചയ്ക്ക് നുണ പറയാൻ മടിയില്ലാത്തൊരു മനുഷ്യൻ, ആളുകളെ പറ്റിക്കാൻ കബളിപ്പിക്കാൻ മടിയില്ലാത്തൊരു മനുഷ്യൻ, നയവഞ്ചകൻ ഇന്ന് കേരള നിയമസഭയിൽ ഇപ്രകാരം ഒരു കരാർ ഉണ്ടാക്കുമ്പോൾ അതിന് ഞെട്ടൽ പ്രകടിപ്പിച്ചില്ല. ഞങ്ങളുടെ ഞെട്ടൽ എന്താണ്? ഇത് കേരള സർക്കാർ ചെയ്യേണ്ടത് അദാനിയുടെ കൂട്ടുകച്ചവടത്തിന് കൂട്ടുനിൽക്കുകയല്ല വേണ്ടത്. ഞങ്ങളതിനല്ല. വിഴിഞ്ഞം കോൺക്ലേവ് നടത്തിയത് അദാനിയുടെ കൂട്ടുകച്ചവടത്തിന് ആളെ തപ്പിയല്ല. അവിടെ പുതുതായിട്ട് എന്ത് വ്യവസായം വരും? 5000 കോടി രൂപയുടെ പുതിയ വ്യവസായം ഉണ്ടാക്കാൻ ലോജിസ്റ്റിക് അടക്കം നാനാ പ്രവർത്തനങ്ങൾ വിഴിഞ്ഞം കോൺക്ലേവിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കി. ദേശാഭിമാനി വാർത്ത എത്ര നിങ്ങൾ വക്രീകരിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ ചെയ്യുന്ന കാര്യമൊന്നും മൂടി വെക്കാൻ പറ്റത്തില്ല. പിന്നെ അദാനിയുടെ മകൻ CPMൻ്റെ ആഫീസിൽ വന്നേ, എന്നാ ആഫീസ് വന്ന ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചോ? ഇലക്ഷൻ ഫണ്ട് വാങ്ങിച്ചോ? അദാനിയുടെ കമ്പനിയിൽ നിന്ന് CPM ഇലക്ഷൻ ഫണ്ട് വാങ്ങിച്ചോ? ഞങ്ങൾ പണം ഒഴുക്കിയോ? ഉണ്ടെങ്കിൽ കാണിക്കുക. ഞങ്ങൾക്ക് തല താഴ്ത്തേണ്ട ഒരു കാര്യമില്ല. ഈ 10 കൊല്ലത്തെ ഭരണം പറഞ്ഞ് തല താഴ്ത്തേണ്ട ഒരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല. നിങ്ങളിങ്ങനെ ചർച്ചയിൽ അദാനി പാർട്ടി ഓഫീസിൽ വന്ന് കൊടിയേരി കണ്ടു എന്നൊക്കെ പറഞ്ഞ ഉടനെ ഞങ്ങളും കുളിച്ചു പോകാൻ പോകണോ?
അതൊന്നും വേണ്ട. അതുകൊണ്ട് വിഴിഞ്ഞം കോൺക്ലേവിനെ കുറിച്ചാണ് ദേശാഭിമാനി വാർത്ത നന്നായിട്ട് വായിച്ചാൽ മനസ്സിലാവും. അദാനിയുടെ കൂട്ടുകച്ചവടത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല, നിങ്ങൾ കൂട്ടുകച്ചവടമാണ്. അതുകൊണ്ടാണ് മംഗലാപുരത്ത് ഈ വിമാനം എടുത്തു പോയത്. വിമാനം എടുത്തു പോകാനുള്ള കാശ് ഇവിടുന്ന് കിട്ടി. ഉത്തരം പറഞ്ഞോ? പണം ആര് കൊടുത്തു? സതീശൻ്റെ അക്കൗണ്ടിൽ നിന്ന് പണം പോയോ? ഒന്ന് പറഞ്ഞുക. തീർച്ചയായും അതേക്കുറിച്ച് കോൺഗ്രസ് വക്താക്കൾക്ക് ചർച്ചകളിൽ പറയുന്നതിന് വലിയ പരിമിതിയുണ്ട്. കാരണം നേരത്തെ ലാൽകുമാർ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി തന്നെ അതേക്കുറിച്ച് തൃപ്തികരമായ വിശദീകരണങ്ങൾക്ക് നിന്നിട്ടില്ല. ഈ ചാർട്ടേഡ് ഫ്ലൈറ്റ് എടുത്ത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു ആര്യാടൻ മുഹമ്മദിൻ്റെ ബന്ധുവിനെ കാണാനാണ് പോയെന്ന് പറഞ്ഞു. റിജിൻ പറഞ്ഞു മൂകാംബിയയിലേക്ക് പോയതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കാം. പക്ഷേ അവിടെ ഉണ്ടായ കൂടിക്കാഴ്ചകൾ അത് സംഘപരിവാർ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അവിടെ അദാനിയുടെ ഗ്രൂപ്പ് മേധാവിയുമായി അവിടെ കണ്ടു, ചിത്രങ്ങളിലൊക്കെ പുറത്തു വന്നു. അതേക്കുറിച്ച് മൗനം പാലിക്കുന്ന തരത്തിൽ നിൽക്കുന്നവരോട് ആവർത്തിച്ച് ചോദിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാത്തതുകൊണ്ട് ഞാനത് വിടുകയാണ്. ഞാൻ അഡ്വക്കേറ്റ് ലാൽകുമാറിലേക്ക് വരുന്നു. അദ്ദേഹത്തിൻ്റെ ഊഴമാണ്. ലാൽകുമാർ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെയും പറഞ്ഞു. ഇതിപ്പോൾ ഒരു ധാരണാപത്രമാണ് വന്നിട്ടുള്ളത്. ധാരണാപത്രത്തിൻ്റെ തുടർച്ചയിൽ ഈ ഓഹരി കൈമാറ്റത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും മുൻകൂർ അനുമതി പത്രം നൽകേണ്ടതുണ്ട്. ആസ് പെർ ദിസ് എഗ്രിമെൻറ്റ് അത് സ്വാഭാവികമായും അദാനി കൊടുക്കും. ഇന്നത്തെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിലൊരു ഒബ്ജക്ഷൻ പറയാതെ അതിന് അതിവേഗം കൊടുക്കും. അന്നും മുഖ്യമന്ത്രി ഈ പറഞ്ഞ പോലെ ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനൊരു വന്നാൽ ആ കരാർ പ്രകാരം സർക്കാർ അനുമതി നൽകുകയില്ലാതെ മറ്റു വഴികളില്ല എന്ന് അദ്ദേഹം പറഞ്ഞേക്കാം. അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിനെ നോക്കി എന്തെങ്കിലുമൊക്കെ പറഞ്ഞും ഒക്കെ നിന്ന് പിഴച്ചു പോയേക്കാം. പക്ഷേ അപ്പോഴും അനുമതി സർക്കാരിൽ നിന്ന് പോകാൻ നല്ല സാധ്യതയുണ്ട്. ഏതെങ്കിലും തരത്തിൽ എതിർക്കും എന്ന് വിചാരിക്കേണ്ട. പക്ഷേ മറ്റൊന്നുകൂടിയുണ്ട്. ഇത് തന്ത്രപ്രധാന പ്രതിരോധ മേഖലയാണ്. പണ്ട് VS സർക്കാരിൻ്റെ കാലത്ത് അങ്ങനെ ലാൻഡ് ലോഡ് മോഡൽ ആ പോർട്ട് വരാമെന്ന് തീരുമാനിച്ചപ്പോൾ അന്നത്തെ UPA സർക്കാർ, മൻമോഹൻ സിംഗ് സർക്കാർ എതിർത്തു. കാരണം വിദേശ നിക്ഷേപത്തിൻ്റെയും മറ്റും പേര് പറഞ്ഞ് ഈ പ്രതിരോധ തന്ത്രപ്രധാന മേഖല എന്ന നില. അപ്പോൾ സെക്യൂരിറ്റി ക്ലിയറൻസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റേതും വേണം. നോക്കൂ, ഒരു ഭാഗത്ത് അദാനിയാണ്, മറുഭാഗത്ത് ഇപ്പോൾ ഒരു മാസക്കാലം കൊണ്ട് ഭരിക്കുന്ന VD സതീശൻ എന്ന മുഖ്യമന്ത്രി വലിയ തോതിൽ കേന്ദ്ര സർക്കാരിനും സംഘ് പരിവാറിനും വളരെ ഫേവറബിളാണ്. ലോക്ഭവനും ഫേവറബിളാണ്. BJP സംസ്ഥാന പ്രസിഡന്റും ഫേവറബിളാണ്. അവരുടെ തന്നെ നയങ്ങളെ കടമെടുത്ത് വൈറ്റ് പേപ്പറിലും ബജറ്റിലും ഒക്കെ വരുന്നു എന്ന് പരസ്യമായി അവർ തന്നെ പറഞ്ഞതാണ്. അപ്പുറത്ത് അദാനിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സെക്യൂരിറ്റി ക്ലിയറൻസിന് കേന്ദ്രത്തിൻ്റെയും പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ ഈ വിദേശ കമ്പനിക്ക് മുമ്പ് പറഞ്ഞ എതിർപ്പുകൾ ഒന്നുമില്ലാതെ അദാനിയിലൂടെ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി സഹകരണത്തോടെ സംരക്ഷണയിൽ വരാൻ കഴിയും. ഇതല്ലേ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ആ പാർട്ട്ണർഷിപ്പ് കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, അദാനി ഇതെല്ലാം ചേർന്നൊരു ഒരു ഒരു പാർട്ട്ണർഷിപ്പ് പരിപാടി എവിഡൻ്റ് അല്ലേ ഇവിടെ ലാൽകുമാർ? അല്ല, അതിൻ്റെ ഉത്തരത്തിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഇവിടെ റജിൻ പറഞ്ഞ ഒരു കാര്യം, റജിൻ സുണ്ണിത്താനെ എനിക്ക് ഉപദ്രവിക്കണമെന്നില്ല, ഞാനത് കൗതുകം തോന്നിയൊരു കാര്യമായതുകൊണ്ടാണ്. റജിൻ പറഞ്ഞത് എന്താണ്? മംഗലാപുരത്തേക്ക് പോകുന്നത് ഈ പറയുന്ന മൂകാംബികയെ പോകാനാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏതേലും ഒരു രാഷ്ട്രീയക്കാരൻ മൂകാംബികയിലേക്ക് കേരളത്തിൽ നിന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയതിൻ്റെ ഒരു ചരിത്രമുണ്ടോ? റജിൻ ഉണ്ടെങ്കിൽ പറയാം, ഞാനത് എൻ്റെ മാറ്റാൻ ഞാൻ തയ്യാറാണ്. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ജയിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനമാക്കാത്ത ഒരു സാഹചര്യത്തിൽ പോയിട്ടുള്ള ചരിത്രം ഉണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കാം. ഇപ്പം വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തു നിന്ന് വന്ന കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, വേറെ മുഖ്യമന്ത്രി വന്നതിനെക്കുറിച്ചല്ല പറഞ്ഞത്, കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ അങ്ങനെ ഇല്ല റജിനെ എന്നാണ് എൻ്റെ ഒരു ധാരണ. നമ്മൾ കാര്യം പറയുമ്പം മൂകാംബികയിലൊക്കെ ഒന്ന് പോയി തൊഴുതാണ് എന്ന് പറയുമ്പം ആ സൈഡിൽ കൂടെ അതങ്ങ് പോകുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ അടുത്ത ചോദ്യം, ഇത് ആദ്യത്തെ ചോദ്യം. 2, ഈ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മൂകാംബികയെ കാണാൻ പോയതാ. മൂകാംബിക ദേവി ക്ഷേത്രത്തിലുള്ളവരല്ലല്ലോ ഇതിന് പൈസ കൊടുത്തത് ആരാ നിങ്ങൾ പറ, പ്രശ്നം തീർന്നില്ലേ? ആ ചോദ്യത്തിൽ നിന്ന് സ്കിപ്പാകാതിരിക്കുക എന്നുള്ളതാണ് പ്രശ്നം. ഞാനത് റജിനെ ഉപദ്രവിക്കുന്നില്ല എന്ന് പറയാൻ കാരണം, റജിൻ അതിന് മറുപടി പറയാൻ പറ്റില്ല. അത് VD സതീശൻ പറയേണ്ട മറുപടിയാണ്. VD സതീശൻ മറുപടി പറയില്ല. അതുമായി ബന്ധപ്പെട്ട് VD സതീശൻ പറയാത്തതാണ് ഇവിടുത്തെ പ്രശ്നം. ആ ചോദ്യം കേരളത്തിലെ മാധ്യമങ്ങൾ ചോദിക്കില്ല. ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ട് റജിനെ. നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് അതിനകത്ത് ചുമ്മാതെ ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. അടുത്ത വന്നൊരു കാര്യം ദേശാഭിമാനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഡീറ്റെയിൽസ് വാർത്ത കണ്ടയില്ല കേട്ടോ. ദേശാഭിമാനി എന്ത് തന്നെ പറയട്ടെ, ദേശാഭിമാനിയുടെ ആ വാർത്തയുടെ ഹെഡിങ്ങാണ് ഞാൻ നോക്കിയത്. 13,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? നിക്ഷേപം. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ അവർ ഈ എൻറ്റയർ എപ്പിസോഡിനെ തെറ്റിദ്ധരിച്ചായിരിക്കുന്നത്. ആ വാർത്ത എഴുതിയത് ആരായാലും ഞാൻ അദ്ദേഹത്തിന് ഒരു
ബോണസ് പോയിന്റും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം പ്രോപ്പർലി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞ് മാത്രമാണ് വാർത്ത എഴുതേണ്ടതെന്നുള്ള അടിസ്ഥാന ബോധ്യത്തിൽ നിന്നാണ് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. തോമസ് ഐസക് അത് സൂചിപ്പിക്കുകയും ചെയ്തു. ആ വാർത്ത എഴുതിയ ആൾ നിശ്ചയമായും തെറ്റിദ്ധാരണയോടുകൂടി 13,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു എന്നുള്ളതാണ്. നോക്കൂ, 2,500 കോടിയുടെ ഷെയർ അത് 13,000 കോടി രൂപയ്ക്ക് വിൽക്കുകയാണ് അദാനി. ആർക്ക്? മറ്റൊരു കമ്പനിക്ക്. അതുകൊണ്ട് അദാനിയുടെ പോക്കറ്റിലേക്ക് വരുമെന്ന് മാത്രമല്ലാതെ കേരളത്തിൽ സംസ്ഥാനത്ത് ₹1 ആ വിഷയത്തിൽ വരില്ല, ₹1 വരില്ല. അപ്പോൾ കൃത്യമായി തെറ്റിദ്ധാരണയോടുകൂടിയാണ് ആ വാർത്ത എഴുതിയിരിക്കുന്നത്. അത് ആരെഴുതിയാലും. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം, രണ്ടും ക്ലിയർ ആയെന്നാണ് വിശ്വസിക്കുന്നത്. താങ്കൾ ചോദിച്ച ചോദ്യം കേരളത്തിൽ നടക്കാൻ പോകുന്നു. കേരളത്തിൽ ഓൾറെഡി ഒരു കോക്കസ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ കോക്കസിനനുസരിച്ച് മാത്രമേ നോക്കൂ, ഞാൻ പറഞ്ഞ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് നോക്കൂ, ഒരു ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് രാജ്യത്ത് ഇടപെടുന്നതെന്ന് നമ്മൾ പലപ്പോഴും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാജീവ് ഗാന്ധിയുടെ മകൻ രാഹുൽ ഗാന്ധി വരെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഇലക്ഷൻ കമ്മീഷനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ആള് രാഹുൽ ഗാന്ധിയാണെന്ന് ഇവർ പറയുന്നെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള ഒരു കേന്ദ്രത്തിന് വരെ കത്തയച്ച ശേഷവും അദ്ദേഹത്തെ തന്നെ സംഘപരിവാറുമായി താല്പര്യമുള്ള ഒരാളെ അപ്പോയിൻറ്റ് ചെയ്ത് ഒരു ഡിസ്പ്യൂട്ടും ഇല്ലാതെ ഗവർണർ അത് അപ്പോയിൻറ്റ് ചെയ്തു. അതിന് കാരണം എന്താ? കാര്യം അവർക്ക് വേണ്ടപ്പെട്ട ആരാ വന്നിരിക്കുന്നത്? മഹാത്മാഗാന്ധി സിൻഡിക്കേറ്റിൽ വന്നത് നമ്മൾ കണ്ടു. ഈ പറയുന്ന കേരളത്തിലെ ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥൻ ഗവർണർ വിളിച്ച സൽക്കാരത്തിന് പോയി. ആ ആള് കുത്തിയിരുന്ന് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ വൃത്തികേട് പറയുന്ന പ്രോസസ്സിലാണ് അദ്ദേഹം ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. ഇതൊക്കെ ആരുടെ ധൈര്യത്തിലാണ്? ഇതാണ് ആദ്യത്തെ കാര്യം. അത് കഴിഞ്ഞ് വരുന്നതാണ് താങ്കൾ ചോദിച്ച കേന്ദ്രവുമായി ബന്ധപ്പെട്ട അദാനിയുടെ താല്പര്യങ്ങൾ. നോക്കൂ, അദാനിക്കെതിരെ ഒരു ചെറു വിരൽ പോലും കേന്ദ്രം അനക്കാൻ പോകുന്നില്ല. നാഷണൽ സെക്യൂരിറ്റിയുടെ വിഷയമൊക്കെ നമ്മൾ പറഞ്ഞാലും അവർ വേവിയർ കൊടുക്കും. അവർ പറയും നാഷണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനകത്തൊരു റോള് വരുമായിരിക്കും. അവർ പറയും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് അവർ തന്നെ പറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അങ്ങനെയാണ് രാജ്യത്തെ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്ന രീതി, അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ആദ്യം തന്നെ നോക്കൂ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇവരുടെ കക്ഷത്തിൽ തല കൊണ്ടുവെക്കുമ്പം കോൺഗ്രസ്സുകാരനല്ല കൊണ്ടുവെക്കുന്നത്. കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാത്ത സാഹചര്യത്തിലേക്ക് വരുന്ന ആ കക്ഷത്തിൽ കൊണ്ട് തലവെക്കുന്ന അവസ്ഥയായി മാറുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. VD സതീശൻ ഒരു ഏറ്റുമുട്ടലും തയ്യാറല്ല. ഏറ്റുമുട്ടി മാത്രമാണ് CPM ഈ കഴിഞ്ഞ 10 വർഷം അവിടെ നിന്നത്. അതിനകത്ത് അമിക്കബിളി സെറ്റിൽ ചെയ്യേണ്ട വിഷയത്തിൽ സംസ്ഥാനത്തിൻ്റെ താല്പര്യം അനുസരിച്ച് പോയി ഗവർണറെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കണ്ടതിനൊക്കെ ഡീലാന്ന് പറഞ്ഞവരായവർ അല്ലേ? അല്ല, ആ ഡീല് വയാവിഴിഞ്ഞമാണോ ലാൽകുമാർ? ആ ഡീൽ ഇപ്പോൾ കേരള രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ നിലവിലെ ഭരണത്തിന്റെ ആ ഡീൽ അത് വയാവിഴിഞ്ഞമാണോ? ഇതിനകത്ത് പ്രശ്നം എന്നറിയോ? താങ്കൾ ചോദിക്കുന്ന ചോദ്യം വിഴിഞ്ഞത്തെ കൊണ്ട് കെട്ടുകയാണ്. ഞാൻ വിഴിഞ്ഞത്തിൽ മാത്രമല്ല നിൽക്കുന്നതെന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ഞാൻ പറഞ്ഞു, ഇവർ തമ്മിൽ എന്തൊക്കെ ഇവരുടെ താല്പര്യങ്ങൾ എന്താണോ, BJPയുടെ താല്പര്യം എന്താണ്, അദാനിയുടെ താല്പര്യം, അല്ലെങ്കിൽ എന്താണ് ലോക് ഭവൻ്റെ താല്പര്യം, ഇതെല്ലാം കൂടെ ചേർന്ന് വെച്ച് അതിൻ്റെ താല്പര്യത്തിലേക്ക് ചുരുങ്ങാൻ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ എല്ലാ മുഖ്യമന്ത്രിയായിട്ടുള്ളൊരു മനുഷ്യന് താഴേണ്ട വരുമോ? കേരളം അടിയുറച്ച് നിന്ന ആൻറ്റി സംഘപരിവാർ രാഷ്ട്രീയത്തിനെ, ആ വാല്യൂസിനെ അബാൻഡൻ ചെയ്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം മറുപടി പറയുന്നില്ല. അദ്ദേഹം കേരളത്തിലെ മാധ്യമങ്ങളെ എല്ലാം കൂടെ ചേർത്ത് കൈരളിയെയും ദേശാഭിമാനിയെയും മാത്രം ഒഴിച്ച് ഒരു മീറ്റിംഗ് നടത്തിയതാണ് കഴിഞ്ഞ പ്രാവശ്യം. ഓർക്കുന്നുണ്ട്, നമ്മളതിനെ ചർച്ച ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെയൊക്കെ ഈ വിലക്കെടുക്കാനായിട്ട് അധികം നേരമൊന്നും വേണ്ട. സംഘപരിവാറിന് കോൺഗ്രസ്സുകാർ വിചാരിച്ചാൽ പറ്റുമെന്ന് എനിക്കറിയില്ല. അവസാനം അത് സംഘപരിവാറിൻ്റെ കീശയിൽ കൊണ്ടുവിടുന്ന സാഹചര്യമായി മാറും എന്ന് ഉള്ള കാര്യം ഞാനൊന്ന് ഓർപ്പിക്കണം. ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം കൂടെ, ഇതെല്ലാം ചെയ്യുന്ന വെച്ചാൽ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന അദാനിയെ എതിർക്കുന്ന ആളാരാ? രാഹുൽ ഗാന്ധിയാണ്. ഇത് ഈ പറയുന്ന പ്രോസസ്സ് എല്ലാം ചെയ്തിട്ട് സതീശനെ തന്നെ വിളിക്കുന്നത് നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണെന്നുള്ളതാണ് അതിൻ്റെ ഐറണി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ അത് പോയി തൂങ്ങിച്ചത്തേനെ. ക്രോണി ക്യാപിറ്റലിസത്തിൻ്റെ പീക്കിൽ നിന്നുകൊണ്ട്, ക്രോണി ക്യാപിറ്റലിസം നിങ്ങൾ ക്യാപിറ്റലിസത്തിൽ തന്നെ കോമ്പീറ്റ് ചെയ്യാൻ അനുവദിക്കുക. അതില്ലാതെ ഒളിഗോപ്പൊളിയിൽ നിന്ന് ഒരാളെ മൊണോപ്പൊളി കളിച്ച് വിടാനായിട്ട് ശ്രമിക്കുന്ന, അതിന് അനുവാദം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു BJP സർക്കാരിന് അതിന് ഇൻലൈനായിട്ട് നിന്ന് പ്രവർത്തിക്കുകയും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്ന് പറയുകയും ചെയ്യുക. എന്നിട്ട് നമ്മളെ ഡെഫിനിഷൻ പഠിപ്പിക്കുക. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും പ്രൈവറ്റൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കൊന്നും അറിയത്തില്ല.
പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രൈവറ്റൈസേഷനിലേക്ക് പോകാതിരുന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത് ഓട്ടോമാറ്റിക്കലി അവരുടെ പിടിയിലേക്ക് പോകുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കോൺഗ്രസ് രാവിലെ ഉച്ചയ്ക്കും ഈ പുട്ടിന് തേങ്ങ വെക്കുന്നത് പോലെ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത് എന്താണെന്ന് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കൈയെടുത്ത് തൊഴാനാണ് തോന്നുന്നത്. റൈറ്റ്. ഞാൻ ആ ചോദ്യത്തിൽ ഒരു കുറച്ചുകൂടി വിപുലമായൊരു തലമായിരുന്നു ലാൽകുമാർ ഉണ്ടായിരുന്നത്. അതിലേക്ക് പോകാൻ വേണ്ടിയല്ല. അതായത് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം നേരിടുന്ന വിമർശനവും ഗുരുതരമായ ചോദ്യവും ഈ സർക്കാരിനെ, UDF സർക്കാരിനെ വളരെ കൃത്യമായ സംഘ് പരിവാർ ആലയിലേക്ക്, BJP ഡീലിലേക്ക്, അതിൻ്റെ ഒരുപാട് ഷെയ്ഡ്സും അനുഭവങ്ങളും ഉദാഹരണങ്ങളും വന്നു കഴിഞ്ഞു. അതിലേക്ക് എത്തപ്പെട്ടത് വയാ വിഴിഞ്ഞമാണോ എന്ന് ഞാൻ ചോദിച്ചത് വിഴിഞ്ഞം തുറമുഖം എന്നുള്ളതല്ല. ഇന്ന് ഈ ചർച്ചയിൽ ഏറ്റവും അധികം നിൽക്കുന്ന ആ വയാ വിഴിഞ്ഞത്തിനകത്ത് അദാനിയാണ്. അപ്പോൾ ഈ ഡീലിനകത്തെ ഒരു കോർ പ്ലേ നടത്തിയത് അവരാണോ എന്നുള്ളതായിരുന്നു എൻ്റെ വയാ വിഴിഞ്ഞം എന്നുള്ളതിൽ മെൻഷൻ ചെയ്ത ഒരു കാര്യം എന്ന് ലാലിസ് കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. രജിൻ, ഈ സർക്കാരിൻ്റെ ഈ കഴിഞ്ഞുപോയ ഓരോ ദിവസവും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടതും വിമർശനമുയർന്നതും വിവാദമായതുമൊക്കെ ഈ ഭരണത്തിലെ സംഘ് പരിവാർ RSS സ്വാധീനം, പങ്കാളിത്തം എന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതിൽ ഈ വിഴിഞ്ഞവും അദാനിയും ഒക്കെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതിൽ തന്നെ ഇന്ന് വൈകുന്നേരം വന്ന മറ്റൊന്നുകൂടിയാണ് ശേഷാദ്രിനാഥൻ എന്ന സംഘ് പരിവാർ അനുകൂലിയായിട്ടുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനം. ഇതുമായി ബന്ധപ്പെട്ട് KPCC ജനറൽ സെക്രട്ടറി നിയാസിൻ്റെ ശക്തമായ പരാതി അത് എവിടെയൊക്കെ ഉണ്ടെന്ന് ഞാൻ ആവർത്തിക്കേണ്ടല്ലോ. മുഖ്യമന്ത്രിയുടേത് അടക്കം ഓഫീസിലുണ്ട്, ഹോം മിനിസ്റ്ററുടെ അടുത്തുണ്ട്, ഹൈക്കമാൻഡിന് മുമ്പിലുണ്ട്. ഈ പരാതി പരിശോധിച്ച് അതിലൊരു തീരുമാനം വരുന്നതിന് മുമ്പ് ഈ ഫയൽ അതിവേഗം ലോക് ഭവനിലേക്ക് പോകുന്നു. ലോക് ഭവൻ വേഗത്തിൽ ഗവർണർ ഒപ്പിട്ട് തീരുമാനമാക്കുന്നു. നോക്കൂ എത്ര വേഗതയിലാണ് ആ ഫയൽ നീക്കവും. ഞാനിത് പറയാൻ കാര്യം, ഇത് കണ്ടാൽ തോന്നുന്നത് എന്താണെന്നറിയോ രജിൻ, വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിയും ആർലേക്കർ എന്ന ഗവർണറും തമ്മിലുള്ള റാപ്പോ, സിങ്ക്, ആ ഒരു ഏകോപനം യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡും മുഖ്യമന്ത്രിയും തമ്മിലുള്ളതിനേക്കാൾ മികവുറ്റതായി തോന്നുകയാണ്. അതായത് ക്ലിഫ് ഹൗസും ലോക് ഭവനും തമ്മിൽ നല്ല ധാരണയിൽ, നല്ല ഏകോപനത്തോടെ, മികവോടെ മുന്നോട്ട് പോവുകയാണ്. നോക്കൂ ശരത്ത്, ഇതിന് മുമ്പായിട്ട് അങ്ങ് ചോദിച്ചതിനുള്ള മറുപടി ഞാൻ പറയാം. അതിന് മുമ്പായിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അനിൽകുമാർ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിലെത്തിയപ്പോൾ അവർ വിഴിഞ്ഞം തുറമുഖ പദ്ധതി കൊണ്ടുവന്നു. അതുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളുമായി ഞങ്ങൾ നിന്നു. ആ നിലപാടാണ് ഇന്ന് ഞങ്ങൾക്കും. പക്ഷെ ഞങ്ങൾ അധികാരത്തിൽ 10 വർഷം ഇരുന്നപ്പോൾ അതൊന്നും തിരുത്താൻ തയ്യാറായില്ല. ആ പദ്ധതി നടപ്പിലാക്കാൻ പോയി എന്ന് പറയുന്നത്. ഇത് ആരെയാണ് കളിയാക്കുന്നത്? ഈ നാട്ടിലെ ജനങ്ങളെ കളിയാക്കുവാണ്, അതോ പ്രേക്ഷകരെ കളിയാക്കുവാണ് അദ്ദേഹം പറയുന്നത്? ഒരു അഴിമതി പദ്ധതി കൊണ്ടുവന്നത് ഞങ്ങൾ അങ്ങ് നടപ്പിലാക്കി കൊടുത്തു, വീണ്ടും ആ അഴിമതി നടത്തുവാൻ വേണ്ടി അങ്ങ് നടപ്പിലാക്കി കൊടുത്തു എന്ന് 10 വർഷമായിട്ട് ഭരിച്ചൊരു ഗവൺമെന്റിന്റെ ആൾക്കാർ വന്നിട്ട് പറയാണ്. അതെ, എന്ത് ധാർമ്മികതയുടെ പുറത്താണ് അദ്ദേഹം അത് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. താങ്കൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. അതൊന്ന് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, MNCയുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനിയിലുണ്ടായ വാർത്ത, അദ്ദേഹം വിഴിഞ്ഞം കോൺക്ലേവിനെ പറ്റിയൊക്കെ പറഞ്ഞു. ശരിയാണ്, ദേശാഭിമാനിയും പറയുന്നതാണ് വിഴിഞ്ഞം കോൺക്ലേവുമായി ബന്ധപ്പെട്ട് MNC വന്നു. അതിന്റെ ഫലമായിട്ടാണ് MNC എന്ന് പറയുന്ന കമ്പനി ഇവിടെ ഇൻവെസ്റ്റേഷൻ ആയിട്ട് വരുന്നത്, നിക്ഷേപവുമായി ബന്ധപ്പെട്ട് അവർ വരുന്നത് എന്നൊക്കെ ഉള്ള രീതിയിലേക്കാണ് ഈ പറയുന്ന ദേശാഭിമാനിയുടെ വാർത്ത. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പല നിലപാടുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് CPM-ഉം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഖപത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരും മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥ ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായി ഞാൻ അതിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം, ഈ MNC എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റർ ഒന്നും അല്ലല്ലോ ശരത്തെ. ഇതെന്താണ്? ഇത് പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്ൻമെന്റ് ഷിപ്പിംഗ് കമ്പനിയാണല്ലോ. അങ്ങനെയുള്ള ഒരു കമ്പനി ഈ കേരളത്തിലെ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് വരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി ഈ പറയുന്ന അദാനി അങ്ങനെ ഒരു സംഭവം ഇതുമായി വിഴിഞ്ഞമായതുകൊണ്ടാണ് തന്ത്രപ്രധാന മേഖലയാണ്. UPA സർക്കാരിന്റെ കാലത്ത് ആ നിലയിൽ വിദേശ നിക്ഷേപം വന്നപ്പോൾ അത് തടഞ്ഞതാണ്. അതിലേക്കാണ് വരുന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഇന്ന് ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനെല്ലാം ആശങ്കയ്ക്ക് ധ്രുവീകരിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ്, ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് ഒരു കോമൺ യൂസർ ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പോകുന്നു. പിന്നെന്താണ്, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താണ്, ഫെയർ കോസിനേഷൻ ആണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, മത്സരാധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത്. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായി മുന്നോട്ട് പോകത്തുള്ളൂ. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു ഫെയർ കോമ്പറ്റീഷൻ ഉറപ്പാക്കണമെങ്കിൽ അദാനിക്കൊപ്പം ഇവരുകൂടി ചേരുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ അവരുടെ ഈ ഷെയർ കൈമാറ്റത്തെ പിന്തുണച്ച് അനുമതി പത്രം കൊടുത്തു എന്നും നാളെ ഇതേ മുഖ്യമന്ത്രി പറയുന്നത് വെച്ച് ചിലപ്പോൾ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യേണ്ടി വന്നേക്കാം. ഇനി ഞാൻ പറഞ്ഞ രണ്ടാമത്തെ വിഷയത്തിലേക്ക് കൂടി ഒന്ന് ചുരുക്കി, സമയം തീരുന്നു.
രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ താങ്കൾ പറയുന്നത് എന്താണ്, സംഘപരിവാർ. ആരാണ് സംഘപരിവാർ ശക്തികൾക്ക് ഇത്രയേറെ വേരോട്ടമുള്ള കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാക്കി കൊടുത്തത്? പുതിയ അനുഭവത്തിൽ മറുപടി ഉണ്ടെങ്കിലാകാം, പുതിയ വിഷയത്തിൽ ഇപ്പോൾ ഉയർന്നു വന്ന വിഷയത്തിൽ പ്രതികരണം ഉണ്ടെങ്കിലാവാം, ഇപ്പോഴത്തെ വിഷയത്തിൽ ശേഷാദ്രിനാഥന്റെ കാര്യത്തിൽ താങ്കൾക്ക് പറയാനുണ്ടെങ്കിലാകാം. പഴയതിലേക്ക് പോകാനൊന്നും സമയമില്ല. ശേഷാദ്രിനാഥന്റെ കാര്യം പറയൂ, ഉണ്ടോ? കേരളത്തിൽ മാത്രമേ ഉള്ളായിരുന്നു ശേഷാദ്രിനാഥന്റെ കാര്യം പറയൂ, ശേഷാദ്രിനാഥന്റെ കാര്യം പറയൂ. കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയത്. രജിൻ, ഒരു തവണ കൂടി, ശേഷാദ്രിനാഥൻ എന്ന സംഘ് പരിവാറുകാരനെ കമ്മീഷണറാക്കിയ നിയാസ് തന്നെ എതിർത്ത ഹൈക്കമാൻഡ് ഇടപെട്ടതിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ അതേക്കുറിച്ചാണ് ചോദിച്ചത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചാലേ പോകത്തുള്ളൂ. ഒരു നിയമനമായല്ലേ, ഉത്തരവിറങ്ങി, ഇനി എവിടെ പരിശോധിക്കാൻ? നടത്തുന്ന ഭൂമിയായിട്ട് കേരളത്തെ മാറ്റിയെടുത്തില്ല. വിശേഷമൊക്കെ നിൽക്കട്ടെ, കഷ്ടമാണ്. അനിൽകുമാർ, തൃശൂർ പൂരം പോലും അലമ്പാക്കി. ഉത്തരം വിഷയത്തിനാണ് സാർ മറുപടി വേണ്ടത്. വേറെന്തെല്ലാമോ പറഞ്ഞു പോയിട്ട് എന്ത് കാര്യം? അനിൽകുമാർ, എന്റെ സമയം തീരുകയാണ്. ശ്രീ അനിൽകുമാറിന്റെ അവസരം. ശ്രീ അനിൽകുമാർ, ഇതിൽ പറയാനുണ്ടെങ്കിൽ ഞാൻ ഇനിയും കേൾക്കും. പക്ഷേ താങ്കൾ പൂരവും അജിത് കുമാറും ഒക്കെ ഏതോ കാലത്ത് പറഞ്ഞോളൂ. രത്തൻ കേൽക്കറെ വെച്ചപ്പോൾ വിമർശനം വന്നു. ഇവിടെ PM നിയാസ് ഉന്നയിക്കുന്ന വാദം എന്താണ്? മണ്ഡല പുനർവിഭജനത്തിലേക്ക് കേരളത്തിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ പോകുമ്പോൾ ഒരു പ്രധാനപ്പെട്ട തസ്തികയാണത്. ആ തസ്തികയിൽ LDF സർക്കാർ ഒരു റിട്ടയർഡ് ജഡ്ജിയെ വെച്ചിരുന്നു. ആ നിയമനം അംഗീകരിക്കാൻ ആര് തയ്യാറായില്ല? ഗവർണർ തയ്യാറായില്ല. ആർലേക്കർ തയ്യാറായില്ല. ആർലേക്കർ തയ്യാറാകാതെ വന്നപ്പോൾ ആ നിയമനം അംഗീകരിപ്പിക്കാൻ സതീശൻ ശ്രമിച്ചില്ല. മറിച്ച് ആർലേക്കറും സതീശനും ഒത്തുതീർപ്പിലെത്തി. അതാണ് ശേഷാദ്രിനാഥൻ. ഒത്തുതീർപ്പിലെത്തിയ വ്യക്തി ആരാണെന്ന് KPCC സെക്രട്ടറി വെളിപ്പെടുത്തി. ഇതോടുകൂടി ആ വിഷയം തീർന്നു. ആർലേക്കറും സതീശനും തമ്മിൽ തർക്കമില്ലാതെ ഒത്തുതീർപ്പായി. പിണറായി വിജയനും ആർലേക്കറും തമ്മിൽ തർക്കമുണ്ടായി. ഒരു സനൽകുമാറിനെ, ജഡ്ജിയായിരുന്ന സനൽകുമാറിനെ നിർദ്ദേശിച്ചിരുന്നു. ആർലേക്കർക്ക് ഒപ്പിടാമായിരുന്നു, ഒപ്പിട്ടില്ല. പക്ഷെ സതീശൻ്റെ കാര്യത്തിൽ തർക്കം വന്നില്ല. എന്താ തർക്കം വരാത്തതിന് കാരണം? ആർലേക്കർക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. ആ ഇഷ്ടം എങ്ങനെ വന്നു? ശേഷാദ്രിനാഥിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയാൽ മതി. ഇപ്പോൾ അത് കാണുന്നില്ല എന്ന് KPCC ജനറൽ സെക്രട്ടറി പറയുന്നു. ഇത്രയും ബോധ്യം വന്നിട്ടും കോൺഗ്രസിൻ്റെ വക്താവിന് കാര്യം മനസ്സിലായില്ലേ? നാട്ടുകാർക്ക് കാര്യം മനസ്സിലായി. ഇനി ഒരു കാര്യത്തിൽ ഞാൻ കൃത്യമായിട്ട് പറയാം. 2400 കോടി രൂപയാണ് അദാനി ഇതുവരെ ഇതിന് മുടക്കണത്. 2400 രൂപ മുടക്കിയിട്ട് 13000 കോടി രൂപയുടെ കച്ചവടമാണ് അദാനിക്ക് ഇപ്പോൾ MSC വഴി കിട്ടുന്നത്. അപ്പോൾ എത്ര കോടി രൂപ അദാനി ലാഭം ഉണ്ടാക്കി? നമ്മുടെ കൺമുമ്പിലെ യാഥാർത്ഥ്യമാണ്. ഇത്രയും സാധ്യതയുള്ളൊരു തുറമുഖം ഏകപക്ഷീയ കരാറിലൂടെ അദാനിയെ ഏൽപ്പിച്ചു കൊടുത്തു ഉമ്മൻചാണ്ടി. ഇതായിരുന്നു ഞങ്ങളുടെ തർക്കം. കടൽക്കൊള്ള തെളിഞ്ഞു. എന്നാൽ ഞങ്ങൾക്ക് അധികാരമേറ്റ് കഴിഞ്ഞപ്പോൾ കരാർ റദ്ദാക്കാൻ പറ്റില്ല. തുടർ സർക്കാരല്ലേ, PM ശ്രീ പോലല്ലത്. ടെൻഡർ വിളിച്ചിട്ട് ഗവർണർ നിലയ്ക്ക് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഒപ്പിട്ട് കൊടുത്തൊരു കരാറാണത്. അത് റദ്ദാക്കിയ കോടതി നിൽക്കുമോ? PM ശ്രീ റദ്ദാക്കിയതോടുകൂടി അത് നടപ്പാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനും പറയാൻ പറ്റത്തില്ല. ഒരു നോട്ടീസ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയോ? നടപ്പാക്കിയില്ലേ മൂക്കിയെത്തുമെന്ന്? അവരെഴുതിയാൽ അതിൻ്റെ ലീഗൽ ആൻസർ കൊടുത്താൽ പോരെ? ഷംസുദ്ദീന് നിയമം അറിയത്തില്ലേ? അതുകൊണ്ട് തന്നെ കൃത്യമാണ്. ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാർ നടപ്പാക്കാതിരുന്നാൽ വിഴിഞ്ഞം നടക്കത്തില്ല. അപ്പം ഞങ്ങൾ കരാറിനോട് വിയോജിപ്പുണ്ട്, നടപ്പാക്കി. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? 2ാം ഘട്ട കരാർ ഇപ്പോൾ പൊളിച്ചെഴുതിയോടുകൂടി കേരളത്തിന് അനുകൂലമായി കുറേ വ്യവസ്ഥകളെ മാറ്റിയിട്ടുണ്ട്. നമുക്കത് വേറൊരു വിഷയത്തെ ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് പരാതിയില്ലല്ലോ ഞങ്ങളിപ്പോൾ പൊളിച്ചെഴുതിയതിന്. ഉമ്മൻചാണ്ടിയുടെയൊക്കെ കരാറിൻ്റെ കുറേ കുഴപ്പങ്ങൾ ഇപ്പോൾ രണ്ടാമത് പിണറായി വിജയൻ ഇടപെട്ട് പരിഹരിച്ചിട്ടുണ്ട്. എങ്കിലും ആ പദ്ധതിയാകെ ഒരാൾക്ക് കൊടുക്കുകയാണ്. പ്രശ്നം എന്താണ്? അദാനി കമ്പനി വിഴിഞ്ഞം തുറമുഖം നിർമ്മിക്കുന്ന കമ്പനിയാണ്. മറ്റവർ കപ്പലുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനിയാണ്. കമ്പനി നിർമ്മാണ കരാറിലേക്ക് വന്നാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ്? ഒറ്റ കുത്തകയായിട്ട് വിഴിഞ്ഞം മാറും. മറ്റ് കമ്പനികൾ വരില്ല, മത്സരമില്ലാതെയാവും. അതിൻ്റെ ഭാഗമായിട്ട് ഏകപക്ഷീയത വരും. ഏകപക്ഷീയത വന്നാൽ മറ്റൊരു കമ്പനികൾക്കും അവിടെ പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം വരും. അങ്ങനെ കേരളത്തിൻ്റെ മണ്ണ് മറ്റ് കമ്പനികൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത വിധം ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക് തീരെഴുതി കൊടുക്കുന്നതാവും അനുവദിച്ചാൽ. അതുകൊണ്ട് സതീശൻ ഇന്ന് പറയേണ്ടിയിരുന്നത് ഞങ്ങളുടെ അധികാരത്തിന് മേലെ കടന്നു കയറണ്ട, നിങ്ങൾക്ക് അധികാരം 25%,
അത് നിങ്ങൾ ചെയ്താൽ ഞങ്ങൾക്ക് ചോദിക്കാൻ അധികാരമില്ല. Right. അതിനപ്പുറത്ത് കടന്നാൽ ഒരു വരയുണ്ട്, ലക്ഷ്മണ രേഖയുണ്ട്, കേരളത്തിൻ്റെ ലക്ഷ്മണ രേഖ. ഞങ്ങൾ വരയ്ക്കുമെന്ന് പറയാനുള്ള ആർജവം ആ വിമാനത്തെ പണയം വെച്ച് പോയി, കാണാനില്ല. നട്ടല് വിമാനത്തെ വെച്ച് മറന്നുപോയി. അതുകൊണ്ട് ആ വിമാനം ഏതാണോ ആ വിമാനത്തിന് പൈസ കൊടുത്തവരോട് ചോദിച്ച് സതീശൻ്റെ നട്ടല് വീണ്ടെടുത്താൽ നന്നായിരിക്കും. ലാൽകുമാർ, നമുക്ക് ചുരുക്കി വളരെ വേഗത്തിൽ ഈ ചർച്ച അവസാനിപ്പിക്കാം. അതായത് വിഴിഞ്ഞം പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത അദാനി എത്രയോ മടങ്ങ് അധികം പണം സമാഹരിച്ച് അതിനെ വിറ്റിട്ട് വി ഡി സതീശൻ ഇപ്പോൾ പറയുന്ന മിഷൻ സമുദ്രയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പണം കണ്ടെത്തുന്നു. ഈ വിധത്തിലാണ് ഈ പറഞ്ഞ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഒരു പോക്ക്. ഞാൻ അതിൻ്റെ ചർച്ചയിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല, അതിൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞ ശേഷാദ്രിനാഥൻ അത് വളരെ പ്രധാന ഈ ചർച്ചയിൽ പലയിടങ്ങളിലും ലാലത് സൂചിപ്പിച്ചെങ്കിലും കൺക്ലൂഡ് ചെയ്യുമ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്: വലിയ തോതിൽ എതിർക്കപ്പെടേണ്ട രാഷ്ട്രീയത്തിലെ അവിശുദ്ധവും നാണം കെട്ടതുമായ ഒരു ഡീൽ അത് തന്നെയാണോ ശേഷാദ്രിനാഥനിലും കണ്ടത്? രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഒന്ന്, ഈ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെ. ഇതുമായി ബന്ധം എൻ്റെ ഉത്തരം വിട്ടേക്കുക. PM നിയാസ് ഇപ്പോൾ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇത് ലോങ് ടേമിൽ UDF വലിയ ബാധ്യതയായി മാറുന്ന ഒരു തീരുമാനമായി പോയി എന്ന് PM നിയാസ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്തായാലും കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണ്. അത് എൻ്റെ ഉത്തരവും കൂടായി മാറുന്നു. രണ്ട്, നോക്കൂ, ഇതെല്ലാം റെജിന് ഓരോന്നും അനിലേട്ടന് അക്കവിട്ട പോലെ മറുപടി പറയാനൊരു ശ്രമം നടത്തി. നമുക്ക് മറുപടി ബോധ്യപ്പെട്ടിട്ടില്ല, പക്ഷേ അത് ഓരോന്നോരോന്ന് പറഞ്ഞു. പക്ഷേ ആ മംഗലാപുരത്ത് പോയ കഥയെക്കുറിച്ച് ഞാൻ കേരളത്തിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മാത്രം മറുപടി വന്നില്ലായിരുന്നു. ശ്രദ്ധിച്ചായിരുന്നു? അത് മാത്രം ഒന്നങ്ങ് സ്കിപ്പ് ചെയ്തു. ഉപദ്രവിക്കാനായിട്ടല്ല, അത് പറയാനുള്ള സമയം തരാത്തോണ്ടാണ്. മംഗലാപുരത്ത് പോയത് ചാർട്ടർ ഫ്ലൈറ്റിലാണ് എന്ന് ആ സമയത്ത് ഉൾപ്പെടെയുള്ള കേരളം ഭരിക്കുന്നത് ഈ പറയുന്ന സംസ്ഥാന ഗവൺമെന്റ് ഉൾപ്പെടെ ഇരിക്കുകയാണ്. ആരാണ് ചാർട്ടർ ഫ്ലൈറ്റ് എടുത്തതെന്നും ഒരാൾക്ക് ചാർട്ടർ ഫ്ലൈറ്റിൽ ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റത്തില്ലെന്നും എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ സർ? ഇല്ലല്ലോ. ഒരു ചാർട്ടർ ഫ്ലൈറ്റിൽ പോയതാണോ ഏറ്റവും വലിയ അഴിമതിയാണെന്ന് പറയുന്നത്? ഞാനിതൊന്നും പറഞ്ഞില്ല. ഇനിയൊക്കെ സമയം കൊടുക്കാൻ പറ്റില്ല. ലാലിന്റെ അവസരം. അറിയോ അദ്ദേഹം ആ ചോദ്യത്തിനു അല്ല ഉത്തരം. അദ്ദേഹം അദ്ദേഹം വേറൊരു പ്രസംഗത്തിലേക്ക് പോവാ. ഞാൻ എന്നത് യോജിക്കുന്നില്ല. ആര് പൈസ കൊടുത്തു എന്നുള്ള ചോദ്യവും ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വേറെ ആരെങ്കിലും ഇതിനു മുമ്പ് പോയിട്ടുണ്ടോ എന്നും ഉള്ള ചോദ്യത്തിന് ഇല്ല എന്നാണ് ഉത്തരം. പിന്നെ അതിനകത്ത് വേറെ പറയാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് പിന്നെ കൂടുതൽ വിശദീകരണം തെങ്ങെ കൊണ്ട് കെട്ടിയിട്ട് പശുവിനെ തെങ്ങെ കൊണ്ട് കെട്ടിയിട്ട് തെങ്ങിൻ്റെ കാര്യം പറയുന്നതിനോട് ഒരു യോജിപ്പില്ല. അത് വിശ്വസിക്കാനും പറ്റത്തില്ല. ഞാൻ നിർത്തി. ശരി, വളരെയധികം നന്ദി ലാൽകുമാർ, അതുപോലെ തന്നെ റെജിൻ ഉണ്ണിത്താൻ, ശ്രീ അനിൽകുമാർ സഹകരിച്ചതിനും അഭിപ്രായങ്ങൾ പങ്കുവച്ചതിനും. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നോക്കൂ, രാജ്യത്ത് തന്നെ ഒരു സംസ്ഥാന സർക്കാർ മുടക്കിയിട്ടുള്ള ഏറ്റവും വലിയ തുറമുഖ പദ്ധതിയാണ്, രാജ്യത്തിൻ്റെ മദർ പോർട്ടാണ്. അതിന് ഏതാണ്ട് ആകെ ഒരു 7,500 കോടി രൂപയുടെ നിക്ഷേപം ആണ് സംസ്ഥാന സർക്കാർ ഇതുമായി മുടക്കിയിട്ടുള്ളത് എന്ന് കാണാം. അദാനിയുടേത് 2,500. ഇപ്പോൾ വരുന്ന കണക്കുകൾ വെച്ച് നോക്കിയാൽ 2,500 മുടക്കിയ അദാനി അതൊരു 13,000 കോടി രൂപയ്ക്ക് മറിച്ചു വിൽക്കുന്ന നിലയിലേക്ക് മാറുകയാണ്. എന്നാൽ 7,500 കോടി മുടക്കിയ സംസ്ഥാനത്തിന് അതിൻ്റെ ശരിയായ മികവും വരുമാനവും ഈ പോർട്ട് സ്വന്തമാക്കണമെങ്കിൽ എത്ര പതിറ്റാണ്ടുകൾ കാത്തിരിക്കണം. അതാണ് 2016 അവസാനിച്ച UDF സർക്കാർ അന്ന് തയ്യാറാക്കപ്പെട്ട ആ കരാർ എന്ന് പറയുന്നത്. ആ കരാറിലെ ആ വ്യവസ്ഥകളാണ് അന്ന് പൊതുവെ വിമർശിക്കപ്പെട്ടത്. പക്ഷേ കേരളത്തിന് വിഴിഞ്ഞം പദ്ധതി മുന്നോട്ട് പോകണമായിരുന്നു. കേരളത്തിൻ്റെ പദ്ധതിയായി അത് തുറമുഖമായി വേണമായിരുന്നു. അത് പൂർത്തീകരിച്ചു. ഇപ്പോൾ അങ്ങനെ അദാനി അത് മറിച്ചു വിൽക്കുന്ന നിലയിലേക്ക് പോകുന്നു. സംസ്ഥാന സർക്കാർ ഏതാണ്ട് അതിനൊപ്പം തന്നെ നിൽക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഒത്താശ അതിൻ്റെ പിന്നാലെ വരുന്നു എന്ന തികഞ്ഞ ബോധ്യം വരുന്ന നിരവധി ഘടകങ്ങൾ, ആ ഡീൽ സ്വഭാവം അതിൽ വരുന്നത് അവിടെയാണ് എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു നില വന്നത്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തതും.